لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما لبيك اللهم صل وسلم وبارك على حبيبك سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين أما بعد أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله മുഅ്മിനീങ്ങളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ മാസം എന്ന് പരിചയപ്പെടുത്തിയ റജബിൻ്റെ ഒന്നാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. റജബ് ബറക്കത്തിൻ്റെ മാസമാണ്. ലോകത്ത് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം ബറക്കത്താണ്. 10 കോടി ഉറുപ്പ്യ ഉണ്ടായിട്ടും കാര്യമില്ല, ബറക്കത്തില്ലെങ്കിൽ 5 ദിവസത്തിൻ്റെ ഉപകാരം ഉണ്ടാവില്ല. ബറക്കത്തുള്ള 1000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ എല്ലാ ചിലവും കഴിഞ്ഞിട്ട് 500 ഉറുപ്പ്യ ബാക്കിയുണ്ടാവും. അങ്ങനെയാണ്. ചില ആൾക്കാർക്ക് ഒരുപാട് മക്കളുണ്ടാവും, ആവശ്യം നേരത്തെ ഒറ്റൊന്നും ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് ഒറ്റ ചെറുക്കനെ ഉണ്ടാവുള്ളൂ, എല്ലാറ്റിനും ഉണ്ടാവും, ആവശ്യം കഴിഞ്ഞ് ബാക്കി ഉണ്ടാവും. അങ്ങനെയാണ്. എല്ലാ കാര്യത്തിലും ബറക്കത്തുണ്ട്. അതുകൊണ്ട് എപ്പോഴും ബറക്കത്തിന് വേണ്ടി ദ്വാരക്കണം. ബറക്കത്തിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദ്വയാണ് സുബ്ഹിയിലെ ഖുനൂത്ത്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅതൈത്. തോനെ തരണേ എന്നല്ല, വബാരിക് ലനാ ഫീമാ അഅതൈത്, തന്നതിൽ ബറക്കത്ത് നൽകണേ എന്നാണ്. ബർക്കത്തല്ല കേട്ടോ, ബറക്കത്താണ്. ബർക്കത്ത് എന്ന് പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളൊക്കെ ഒന്ന് മലയാളത്തിലാക്കിയിട്ട് പറഞ്ഞ കൂട്ടത്തിൽ കൂട്ടിയാൽ മതി. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ ബറക്കത്ത് എന്നാണ്. ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ബറക്കത്തിനെ നൽകട്ടെ. അപ്പോൾ സുബ്ഹിയിലെ ദുആയാണ്, ഖുനൂത്താണ്, ബറക്കത്തിന് വേണ്ടിയുള്ള ദുആ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ബറക്കത്തുണ്ട്. ഇൽമിൽ ബറക്കത്തുണ്ട്, ആയുസ്സിൽ ബറക്കത്തുണ്ട്, ശരീരത്തിലും സമ്പത്തിലും ബറക്കത്തുണ്ട്, മക്കളിൽ ബറക്കത്തുണ്ട്. ചില നാട് വല്ല ബറക്കത്തുള്ള നാടുണ്ടാവും. അങ്ങനെയുണ്ട്. ഒരു നാടിൻ്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ മുമ്പ് ജീവിച്ച് മൺമറഞ്ഞവരോ ആയ ഏതെങ്കിലും ഒരു മനുഷ്യനായിരിക്കും അതിൻ്റെ കാരണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം വലിയ ബറക്കത്തുള്ള മനുഷ്യനായിരുന്നു. നൈൽ നദിയുടെ ഒരു തീരത്താണ് യൂസുഫ് നബി അലൈഹിസ്സലാം താമസിക്കുന്നത്. ഒരിക്കൽ മറുകരയിലുള്ള ആളുകൾ വന്ന് യൂസുഫ് നബിയോട് പറഞ്ഞു, യൂസുഫ് നബിയെ അലൈഹിസ്സലാം, നിങ്ങൾ ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് കുറച്ചാലൊന്ന് പാർക്കണം എന്ന് പറഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു, ഞാൻ എന്തിനാ ഞങ്ങളെ നാട്ടിൽ വന്ന് പാർക്കണമെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നിങ്ങൾ ഇവിടെ പാർത്തിട്ട് ഇവിടെയുള്ള ആൾക്കാരുടെ കടമൊക്കെ വീടി, പെരപ്പണിയൊക്കെ തീർന്ന്, കച്ചവടമൊക്കെ ഉഷാറായി, കൃഷിയൊക്കെ നേരായി, എല്ലാവരും പൈസക്കാരായി, നിങ്ങൾ ഞങ്ങളെ നാട്ടിൽ ഒന്ന് വന്ന് താമസിച്ചാൽ അവിടെയും അങ്ങനെ ആകുന്നാണ് ഞങ്ങളെ വിശ്വാസം എന്ന് പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം, ഇന്നെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ വരാന്ന് പറഞ്ഞു. അങ്ങനെ സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം മറുകരയിൽ പോയി താമസിച്ചു. അവർ വിചാരിച്ചതുപോലെ തന്നെ ജലസേചനം നടന്നു, കൃഷിയുണ്ടായി, കച്ചവടം ഉഷാറായി, പെരപ്പണി തീർന്നു, കടങ്ങളൊക്കെ വീടി, എല്ലാവരും സമ്പന്നന്മാരും വലിയ റാഹത്തുള്ളവരുമായി തീർന്നു. പക്ഷെ ഒരു സംഭവം ഉണ്ടായി. മടങ്ങിപ്പോരുന്നതിൻ്റെ മുമ്പ് വിരുന്ന് പോയ നാട്ടിൽ വെച്ച് സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം വഫാത്തായി. വഫാത്തായപ്പോൾ അവർക്കിടയിൽ ഒരു തർക്കമുണ്ടായി. മറുകരയുള്ള ആൾക്കാർ പറഞ്ഞു, ഞങ്ങളെ നാട്ടുകാരനാണ്, മറവിയാൻ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞു. ഇക്കരമുള്ള ആൾക്കാർ പറഞ്ഞു, അമ്പിയാക്കൾ മരിച്ചോട് തന്നെ മറവിയണം എന്നാണല്ലോ, അതുകൊണ്ട് ഇവിടെ മറവിയാണ് കൊണ്ടുപോകാൻ പറ്റൂലാർന്നു. അങ്ങനെ മയ്യത്തിന് വേണ്ടി തിരക്കൂടി. ബറക്കത്തുള്ള മനുഷ്യൻ മരിച്ചിടന്നാലും മതി എന്നാണ്. അങ്ങനെയാണ്, ജീവിച്ചിരിക്കണം എന്നൊന്നുമില്ല. ബറക്കത്തുള്ള മനുഷ്യന്മാരും മരിച്ചിടന്നാലും ബറക്കത്തേക്കാരൻ. നമ്മൾ ചിലപ്പം പറയല്ലോ, ചില കച്ചവടക്കാരെ പറ്റിയിട്ടൊക്കെ പറയും, ഓൻ്റെ അടുത്താണ് കിട്ടിയാൽ പിന്നെയാണ് കച്ചവടമാവുന്നത്. അങ്ങനെ ബറക്കത്ത്.
എല്ലാ വിഷയത്തിനും ബറക്കത്തിന് എപ്പോഴും ദ്വാർക്കണം. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനാസക്ക് വേണ്ടി അക്കരമുള്ളവരും ഇക്കരമുള്ളവരും തിരക്കൂടി. നാട്ടുകാർ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോവാണ് എന്ന്, മരിച്ച നാട്ടുകാർ പറഞ്ഞു തരൂലാന്ന്. അങ്ങനെ തിരു എന്ന് തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ട്. രണ്ട് കൂട്ടരും പരസ്പരം വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി. തരൂലാന്നോ, ഞങ്ങളൊന്ന് കൊണ്ടേക്കാണി കാണിച്ചു തരാലോ എന്നായി. അങ്ങനെ വാളെടുത്തു. അവസാനം രണ്ട് നാട്ടിലെയും വിധികർത്താക്കൾ, ഖാദിമാര്, ഹാക്കിമുകൾ യോഗം ചേർന്നു. ഇതിനിപ്പോ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? രണ്ടു കൂട്ടരും കൂടിയും അവസാനം കൂടി ആലോചിച്ചിട്ട് തീരുമാനം സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാമിനെ ഒരു പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിക്ക് കുറുകെ മണലുഞ്ചാക്ക് വെച്ച് ബണ്ട് കെട്ടി വെള്ളം നിർത്തിയിട്ട് നൈൽ നദിയുടെ നടുവിൽ മറവ് ചെയ്ത് വെള്ളം രണ്ട് ഭാഗത്തിലൂടെയും തിരിച്ചുവിടാം. അങ്ങനെ സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാമിനെ ജനാസ ഒരു പെട്ടിയിലാക്കി നൈൽ നദിയുടെ നടുവിൽ മറവ് ചെയ്ത് വെള്ളം രണ്ട് ഭാഗത്തിലൂടെയും തിരിച്ചുവിട്ടു. കുറെ കാലങ്ങൾക്ക് ശേഷം അമ്പിയാക്കളിൽപ്പെട്ട ചിലർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നം മുഖേനയായി വഹ്യ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജനാസ നൈൽ നദിയിൽ നിന്നെടുത്ത് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്തുള്ള ഇബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്തു. ഇന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്ത് ഇബ്രോൺ എന്ന് പറയുന്ന ഹറം ഇബ്രാഹിം എന്ന പേരായ സ്ഥലത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഖബർ അവിടെ തന്നെയാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെയും ഖബർ അവിടെ തന്നെയാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെയും ഖബർ അവിടെ തന്നെയാണ്. അങ്ങനെ അവിടെ എത്തി. എന്താ പറഞ്ഞത്? ബറക്കത്തുള്ള ഒരു മനുഷ്യണ്ടായാലും സംഗതി ഉഷാറായി എന്നുള്ളതാണ്. അതുകൊണ്ട് ബറക്കത്തിന്റെ ഫറജബുൻ അവ്വലു ശുഹൂരിൽ ബറക റജബ് മാസം ബറക്കത്തിന്റെ ഒന്നാം മാസമാണ്. അപ്പൊ രണ്ടാം മാസോ ഷഅബാൻ. അപ്പൊ ബറക്കത്തിന്റെ മൂന്നാം മാസോ റമദാൻ. എല്ലാ പ്രധാനപ്പെട്ട മാസത്തിനും അനുബന്ധമായ 2 മാസമുണ്ട്. റജബ്, ഷഅബാന്, റമദാന്, മുഹറം, സഫർ, റബീഉൽ അവ്വൽ. മുഹറം മാസമായാല് റബീഉൽ അവ്വൽ 12-ന് നബിദിന പരിപാടികൾക്ക് കുട്ടികൾക്കുള്ള പാട്ടും പ്രസംഗവും ഉസ്താദ്മാർ കൊടുക്കൽ തുടങ്ങും. റബീഉൽ അവ്വലിന് ഒരുങ്ങാൻ 2 മാസം, മുഹറം, സഫർ, റബീഉൽ അവ്വൽ. റമദാനിന് ഒരുങ്ങാൻ 2 മാസം, റജബ്, ഷഅബാന്, റമദാന്. ഇതുപോലെ ഹജ്ജിനും 3 മാസമുണ്ട്. ഹജ്ജിന് അപേക്ഷ വാങ്ങും 1-ാമത്തെ മാസം, പൈസ അവസാനത്തെ കേട്ട് കൊടുക്കാൻ പറയും 2-ാമത്തെ മാസം, പോണത് 3-ാമത്തെ മാസം, ദുൽഹിജ്ജ ഉള്ളത് 3-ാമത്തെ മാസം. അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട മാസങ്ങൾക്കും 3 മാസത്തെ ഒരുക്കമുണ്ട്. റജബിനും ഉണ്ട് 3 മാസത്തെ ഒരുക്കം. അല്ല, റമദാനിനും ഉണ്ട് 3 മാസത്തെ ഒരുക്കം. ഒന്ന് റജബ്. റജബുൻ ഷഹ്റുല്ലാഹ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജബ് അല്ലാഹുവിന്റെ മാസമാണ് എന്ന് പറഞ്ഞു. നമ്മൾ റജബ് ആയാൽ ദുആർക്കും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. പടച്ചോനെ, റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ. വബല്ലിഗ്നാ റമദാൻ, റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ. അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റജബ് മാസമായാൽ അങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. എന്താണ് റജബിലെ ബറക്കത്ത്? എന്താണ് ഷഅബാനിലെ ബറക്കത്ത്? റജബിലെ ബറക്കത്ത് അല്ലാഹു ആണ്. ഷഅബാനിലെ ബറക്കത്ത് മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഅബാനു ശഹരി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഷഅബാൻ എന്റെ മാസാണെന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റജബ് അല്ലാഹുവിന്റെ മാസമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. റജബിൽ അള്ളാനെ കിട്ടണം, ഷഅബാനിൽ പുന്നാര നബിയെ കിട്ടണം സല്ലല്ലാഹു അലൈഹി വസല്ലം, റമദാനിൽ ഉമ്മത്ത് മുഹമ്മദിനെ കിട്ടണം സല്ലല്ലാഹു അലൈഹി വസല്ലം. റജബ് അള്ളാന്റെ മാസം, ഷഅബാൻ മുത്തുനബിയുടെ മാസം സല്ലല്ലാഹു അലൈഹി വസല്ലം, റമദാൻ ഉമ്മത്തിന്റെ മാസം. അങ്ങനെയാണ് 3 മാസങ്ങൾ. അപ്പൊ റജബിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കണം, അള്ളാഹുവിനെ കുറിച്ച് പറയണം, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം. ആ റജബിൽ അള്ളാഹുമായുള്ള അടുപ്പം തരണേ എന്നാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ്. റജബിൽ ബറക്കത്ത് ചെയ്യണേ എന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ബറക്കത്തുണ്ട്. കാഴ്ചയിൽ ബറക്കത്തുണ്ട്, കേൾവിയിൽ ബറക്കത്തുണ്ട്, സംസാരത്തിൽ ബറക്കത്തുണ്ട്, അങ്ങനെ എല്ലാത്തിലുണ്ട്. പൈസക്ക് മാത്രമൊന്നല്ല ബറക്കത്തുള്ളത്, എല്ലാ സാധനം. ആയുസ്സിൽ ബറക്കത്തുണ്ട്. ചില ആൾക്കാർ കുറഞ്ഞ കാലം ജീവിച്ചിട്ടുണ്ടാവുള്ളൂ, എന്നാൽ ചെയ്തതൊക്കെ കൂടി നോക്കുകയാണെങ്കിൽ കുറെ കാലം ജീവിച്ച മാതിരി ഉണ്ടാവും. ഇമാമുകളിൽ പല ആൾക്കാരും അങ്ങനെയാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു കുറഞ്ഞ കാലം. സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു കുറഞ്ഞ കാലം.
ബഹുമാനപ്പെട്ട യഹ്യ ബിനു ശറഫുൻ നവവി റളിയല്ലാഹു അൻഹു കുറഞ്ഞ കാലം എന്നാലും ചെയ്തതൊക്കെ കൂടി എടുത്തു നോക്കിയാൽ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി എഴുതിയ കിതാബ് എടുത്താൽ ജനനം മുതൽ മരണം വരെയുള്ള ഓരോ ദിവസത്തിന് ഓരോ നോട്ട് പുസ്തകത്തിന്റെ അത്ര എഴുതിയിട്ടുണ്ടെങ്കിൽ മൂപ്പര് എഴുതിയോ കൂടിയും തീരുള്ളൂ എന്നാണ്. അതിനത്രയും കിതാബ് എഴുതി. കർമ്മശാസ്ത്രം എന്ന ഫിഖ്ഹിൽ ആദ്യം ഒരു കിതാബ് എഴുതി. ബസീത്ത് എന്നൊരു കിതാബ് എഴുതി കഴിഞ്ഞപ്പോ മൂപ്പർക്ക് തോന്നി ആടാരപ്പ പഠിച്ചോനെ റബ്ബേതൊക്കെ കൂടി നോക്കി തീർക്കുക. അങ്ങനെ മൂപ്പരന്നെ അതൊന്ന് ചുരുക്കി എഴുതി. അതിന്റെ പേരാണ് ബസീത്ത് എന്ന് പറയണത്. എഴുതി കഴിഞ്ഞപ്പോ മൂപ്പർക്ക് തോന്നി ആരാ റബ്ബേതൊക്കെ കൂടി നോക്കുക, ഒന്നും കൂടിയും ചുരുക്കാന്ന് വിചാരിച്ചിട്ട് മൂന്നാമത് ചുരുക്കി. അതിനാണ് വജീസ് എന്ന് പറയാ. അതന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. കോളേജിലൊന്നും എവിടെയോ ഓതലില്ല വജീസ്, പക്ഷെ ഓതിയോരുണ്ട്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ബസീത്ത് എന്ന വലിയ കിതാബിലുള്ള ഒരു മസ്അല സംബന്ധിച്ചൊരു തർക്കമുണ്ടായപ്പോ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ബസീത്തിൽ പറഞ്ഞ മസ്അല ഇങ്ങനെ തന്നെയാണ്, എനിക്കതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ആ കിതാബ് ഞാൻ 40 തവണ ഒരു തല മുതൽ മറ്റേ തല വരെ ഓതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു ഉണ്ട്. ഇന്ന നവി ഇമാമോ കുറച്ചു കാലം ജീവിച്ചിട്ടുള്ളൂ. ഇതൊക്കെയാണ് ഈ ബറക്കത്ത് തരുന്ന സാധനം. പൊട്ടുമുറിയൊന്നും അല്ല ബറക്കത്ത് തരണേ. അതുകൊണ്ട് എപ്പോഴും ബറക്കത്തിന് വേണ്ടി ദുആർക്കണം. ആയുസ്സിലെ ബറക്കത്ത് ആർക്കാണുണ്ടാവുക എന്ന് ഹദീസിലുണ്ട്. മൻ അഹബ്ബ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയൻസഅ ലഹു ഫീ അസരിഹി ഫല്യസിൽ റഹിമഹു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അഹബ്ബ ആർക്കെങ്കിലും പൂതിയുണ്ടെങ്കിൽ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി ഭക്ഷണം വിശാലമാകാൻ, വയൻസഅ ലഹു ഫീ അസരിഹി ആയുസ് ദീർഘമാവാനും ആർക്കെങ്കിലും പൂതിയുണ്ടെങ്കിൽ ഫല്യസിൽ റഹിമഹു അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് അഷ്റഫുൽ വറ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഭക്ഷണം വിശാലമാകാനും ആയുസ് ദീർഘമാവാനും ചെയ്യേണ്ടത് കുടുംബബന്ധം ചേർക്കലാകുന്നു. അപ്പൊ ബറക്കത്തിന്റെ വലിയൊരു വഴിയാണ് കുടുംബബന്ധം ചേർക്കല്. കുടുംബബന്ധം ചേർക്കുന്നവൻ വലിയ ബറക്കത്തുള്ള മനുഷ്യനാകും. ബറക്കത്ത് നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവന് ഒരു ബൈത്ത് കിതാബുണ്ട്. സലാഹുദ്ദീൻ എന്ന് പറഞ്ഞിട്ട്, സലാഹുദ്ദീൻ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തുകാരനാണ്. മഹാനവറുകൾക്ക് സലാഹുദ്ദീൻ എന്നൊരു കിതാബുണ്ട്. പഴയ കാലത്തൊക്കെ നമ്മളെ മദ്രസയിലെ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നു സലാഹുദ്ദീൻ, കുറെ കാലങ്ങൾക്ക് മുമ്പ്. പിന്നെ നമ്മളെ ദർസിലൊക്കെ കുട്ടികൾ ഫസ്റ്റ് ഓതാൻ പോയാൽ ആദ്യം ഒരു 10 കിതാബ് ഓതും, അശറത്ത് കുത്തുബ്. പിന്നെ ഒരു 7 കിതാബ് ഓതും, സബഅത്ത് കുത്തുബ്. അതിലുണ്ട് സലാഹുദ്ദീൻ എന്ന് പറഞ്ഞ കിതാബ്. കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ബറക്കത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ, ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, ബറക്കത്ത് പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അടിച്ചുവാരിയത് മൂലയിൽ കൂട്ടിവെക്കുക ബറക്കത്ത് നഷ്ടപ്പെടുത്തും. ഉമ്മരപ്പടിയിൽ ഇരിക്കുക ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും. നഖം പല്ലുകൊണ്ട് കടിച്ചു മുറിക്കൽ ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബറക്കത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളെയും സൂക്ഷിക്കണം, ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെയും സൂക്ഷിക്കണം. ആയുസ്സിൽ ബറക്കത്ത് കുടുംബബന്ധം ചേർക്കുന്ന ആൾക്കാണ്. സഹാബത്ത് നബി തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എൻ്റെ കുടുംബത്തെ അങ്ങോട്ട് ചേർക്കുന്നു, പക്ഷേ അവർ ഇങ്ങോട്ട് ചേർക്കണില്ല, എന്താ കാട്ടുക നബിയെ? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫകഅന്നമാ തുസിഫുഹുമുൽ മല്ല, അവർ ചൂടുള്ള വെണ്ണൂറ് തിന്നമായിരിയായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന്റെ കാര്യം ഓക്കെ, ഓലത് ഓല എന്താ വെച്ചാൽ ആയിക്കോട്ടെ, ഓല് ചൂടുള്ള തീ തിന്നമാതിരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് ചേർക്കണില്ല എന്നുള്ളത് അങ്ങോട്ട് ചേർക്കാതിരിക്കാനുള്ള തെളിവോ മാനദണ്ഡോ ഒന്നുമല്ല. കുടുംബബന്ധം ചേർക്കൽ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ബറക്കത്തിന്റെ എല്ലാ വഴികളെയും നോക്കണം. ഇൽമിലെ ബറക്കത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബറക്കത്തില്ലാത്ത ഇൽമ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. ബറക്കത്തുള്ള ഇൽമ വളരെ കുറച്ച് മതി. അത് പാരാ കുട്ടികളെ, ഹലോ മദ്രസിന്റെ സൈഡിലുള്ള കുട്ടികളെ, ചെറിയ കുട്ടികളെ, നിങ്ങളവിടെ ഒച്ച ഉണ്ടാക്കല്ലേ കേട്ടോ, മനസ്സിന് പിപ്പാക്കല്ലേ. അവിടെയൊക്കെ കുറെ ആൾക്കാരുണ്ട്. ചെന്നാ കുറെ വീഡിയോ കാണും. അവിടെ കുറെ പെണ്ണുകളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ, സന്തോഷമുണ്ട്. നല്ല ആളുണ്ടല്ലോ, സന്തോഷമുണ്ട്. ഒരു യാനബി എല്ലാവരും ചെല്ലിട്ട് എൻ്റെ ഒപ്പം 2 വരിയല്ലോ. ഒരു യാനബി കഴിഞ്ഞിട്ട് ഒരു വരി അഷ്റഖയും ചെല്ലും, പിന്നെ ഒരു യാനബിയും കൂടിയും ചെല്ലും. അതിൽ 3ൻ്റെ ഒപ്പം ചെല്ലണം. അതിൽ അഷ്റഖ കിട്ടാത്തവരുണ്ടെങ്കിൽ മൂളണം, എന്നാലും മുണ്ടാതിരിക്കാൻ പാടില്ല. അങ്ങനെയാണ്. വെറുതെ അങ്ങനെ മൂളിയാൽ മതി.
അങ്ങനെ യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. ഞാൻ ആ മൂളണ്ട്. അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. മുഅ്മിനീങ്ങളെ, അപ്പോ ബറക്കത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം, ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെയും സൂക്ഷിക്കണം. റജബ് ബറക്കത്തിന്റെ മാസമാണ്. എല്ലാ കാര്യങ്ങളിലും ബറക്കത്തുണ്ട്. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും ബറക്കത്തിന്റെ വഴിയെ നോക്കണം. ഇൽമിൽ ബറക്കത്തുണ്ട്. കുറേ വിവരം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇൽമിൽ ബറക്കത്തുണ്ടെങ്കിൽ കുറച്ച് വിവരം ഉണ്ടായി. നൂറുൽ അബ്സാർ കണ്ടൊരു കിതാബുണ്ട്. നമ്മുടെ പള്ളി ദർസിലൊക്കെ ചെറിയ കുട്ടികൾ ഓതുന്ന 10 കിതാബിൽ പെട്ടൊരു കിതാബാണ് നൂറുൽ അബ്സാർ. പഴയ കാലത്തൊക്കെ കുറെ വായതൊക്കെ പറയാൻ പോയിരുന്ന റഷീദ് വൈസി ചെമ്മല എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് ഉണ്ടായിരുന്നു. ഇവര് വഫാത്തായി, അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആദ്യം ഗണ്ണന പ്രസംഗത്തിന് പോയിരുന്നു, പിന്നെ വായതുകൾക്കും ഒക്കെ പോയിരുന്നു. ചെമ്മല റഷീദ് വൈസി. അപ്പൊ റഷീദ് വൈസി ഒരു ദിവസം പറഞ്ഞു, ഏതൊരു മസാല കാണണമെന്ന് കരുതിയിട്ട് നൂറുൽ അബ്സാറിലാണ് നോക്കിയാൽ അതിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതിന്റെ മുസന്നിഫിന്റെ ബറക്കത്താണത്. ഇതാണ് സംഗതി. ഇതാണ് ഈ ബറക്കത്ത് പറയുന്നത്. അതിന്റെ രചയിതാവിന്റെ ബറക്കത്താണത്. എനിക്ക് തോന്നിയിട്ടുണ്ട് അടുത്ത കാലത്ത് ഒരു 150 വർഷത്തിനിടയിൽ ഏറ്റവും ബറക്കത്തുള്ള ഒരാൾ ജീവിച്ചു പോയത് മജ്ലിസുന്നൂറിന്റെ മുസന്നിഫാണ് എന്ന്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. 10,000 സദസ്സൊന്നല്ല മജ്ലിസുന്നൂർ ഉണ്ടാകുക, ലക്ഷക്കണക്കിന് സദസ്സുകളും ലക്ഷക്കണക്കിന് ആളുകളും. വലിയൊരു ബറക്കത്തുള്ള മനുഷ്യൻ. ഒരു മനുഷ്യന്റെ ഒരു രചന 60 ബൈത്തുള്ളപ്പത്. അതാണ് ഈ ബറക്കത്ത് എന്ന സാധനം. അതുകൊണ്ട് എപ്പോഴും ബറക്കത്തിന് ദ്വാരക്കണം, എപ്പോഴും ബറക്കത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഇൽമിലെ ബറക്കത്ത് എന്ന് പറഞ്ഞാല് 3 കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ് ഉണ്ടാവുക എന്നാണ്. ഒന്ന്, ഗുരുവിനെ ആദരിക്കുന്നവർക്ക്. ഇൽമിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഇൽമുമായി ബന്ധപ്പെട്ട മര്യാദ. അല്ലെങ്കിലും ഇൽമ പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് പഠിപ്പിക്കേണ്ടതാണ് അദബ്. ഇൽമ പിന്നെയാണ് പഠിപ്പിക്കേണ്ടത്, ആദ്യം അദബാ പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഇൽമുണ്ടാവണമെങ്കിൽ ഗുരുവിനോടുള്ള മര്യാദ പാലിക്കണം. ഗുരുവിനെ നിസ്സാരമാക്കിയാൽ 3 വിപത്തുകൾ അവന് വന്നു ചേരുമെന്നാണ്. ഗുരുവിനെ നിസ്സാരമാക്കിയവന്റെ ഒന്നാമത്തെ വിപത്ത്, അവനിൽ നിന്ന് പഠിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടും. ഒരാൾ നമുക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു തന്നു. ഡ്രൈവിംഗ് പഠിപ്പിച്ചു തന്ന ഗുരുനാഥനെ ചേനത്തലയാന്ന് വിളിച്ചു. ആള് കഷണ്ടിയിരുന്നു. എന്നാല് ഓം പഠിപ്പിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടും. എന്താ ഓം പഠിപ്പിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാല് ആവശ്യ നേരത്തെ ബ്രേക്ക് ഔട്ടാൻ മറക്കും, വണ്ടി അടിച്ചാൽക്കോട് പോകും, ലൈസൻസ് കിട്ടൂല എന്നല്ല. ഉപകാരം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാല് മദ്രസയെ പഠിപ്പിച്ച ഉസ്താദിനെ നിസ്സാരാക്കിയാൽ ഇൽമിന്റെ ഉപകാരം നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ് പൊതുപരീക്ഷ പാസ്സാവൂല എന്നല്ല, 7ാം ക്ലാസ്സിന്റെ പൊതുപരീക്ഷ പാസ്സാവൂല എന്നല്ല. ഓം പഠിപ്പിച്ചതിന്റെ ഉപകാരം ഉണ്ടാവില്ല. പഠിപ്പിച്ചതിന്റെ ഉപകാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ കള്ളുടിക്കരുത് എന്ന് പഠിച്ചിട്ടുണ്ട്, പക്ഷെ കുടിക്കും. നിക്കരിച്ചെന്ന് പഠിച്ചിട്ടുണ്ട്, നിക്കരിച്ചില്ല. അതെന്തേ? ഗുരുവിനെ നിസ്സാരമാക്കിയാൽ ഒരു വിപത്ത് അതാണ്. രണ്ടാമത്തെ വിപത്ത് റിസ്ക് തടയപ്പെടുമെന്നതാണ്. വജീനം തടയപ്പെടും, ഭക്ഷണം തടയപ്പെടും. ജീവിതമാർഗം എന്ന് പറയുന്നത് കടമാകും. കുട്ടികൾക്കും മക്കൾക്കും തിന്നാൻ വാങ്ങിയത് പൈസ കൊടുക്കാനില്ലാതെ സ്വീപ്പാകും. വജീനം തടയപ്പെടുക, ഭക്ഷണം തടയപ്പെടുക എന്നത് ഗുരുവിനെ നിസ്സാരമാക്കിയവന് സംഭവിക്കുന്നതാണ്. എന്ത് കച്ചവടം തുടങ്ങിയാലും നേരാവൂല, ഏത് പീടിയിട്ടാലും നേരാവൂല, ഏത് സ്ഥലം വാങ്ങിയാലും നേരാവൂല, ഏത് കുവൈത്തുക്ക് പോയാലും നേരാവൂല. ഒജീനിച്ചത്, ഭക്ഷണം കഴിച്ചത് കടമായി വരുന്നുവെങ്കിൽ ഏത് ടീച്ചറെയാണ് ബാക്കിൽ നിന്ന് മഷി കുടഞ്ഞത് എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഗുരുവിനെ നിസ്സാരമാക്കിയവനാണ് വജീനം തടയപ്പെടുന്നത്. ഗുരുവിനെ നിസ്സാരമാക്കിയുള്ള മൂന്നാമത്തെ ബുദ്ധിമുട്ട് ആഖിബത്ത് ചീത്തയാകും എന്നതാണ്. അന്ത്യം ചീത്തയായി മരിക്കും. എങ്ങനെ മരിച്ചത് എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനോട് പറയാൻ പറ്റാത്ത കോലത്തിലാവും.
ആഖിബത്ത് നന്നാവുക എന്ന് പറഞ്ഞാൽ മരണം എല്ലാവരോടും പറയാൻ പറ്റുന്ന രൂപത്തിലാവലാണ്. ആഖിബത്ത് ചീത്തയാകുക എന്ന് പറഞ്ഞാൽ മരണം പറയാൻ പറ്റാത്ത കോലത്തിലാവലാണ്. വാപ്പ മരിച്ചു, അള്ളാഹു നമ്മളെ മരണപ്പെട്ടു പോയ വാപ്പാർക്കൊക്കെ സ്വർഗം നൽകട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. വാപ്പ മരിച്ചോടത്ത് ചെന്നപ്പോ മോനോട് ചോദിച്ചു, എന്തായിരുന്നുടാ വാപ്പാക്ക് ദണ്ണം? മകൻ പറഞ്ഞു, കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച രാവിലെ ബാപ്പ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ മരിച്ചവർക്ക് യാസീൻ ഓതി ദ്വാരന്ന്, മങ്കൂസ് മൗലൂദ് 2 ഹദീസ് ഓതി, ഹദ്ദാദും ചൊല്ലി, ഇശാ ബാങ്ക് കൊടുത്തിട്ട് ഇശാ നിസ്കരിച്ചിങ്ങാണ്ട് ചോറ് കഴിച്ചിട്ട് മലമൂത്ര വിസർജനം നടത്തി ഒതുണ്ടാക്കിങ്ങാണ്ട് കിടക്കാൻ പോയോടുത്തുനിന്ന് കുട്ടികളെ എനിക്ക് നെഞ്ഞത്ത് കൂടി ഒരു വേദന ഉണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാരും കൂടി മണ്ടി ചെന്നുങ്ങാണ്ട് അപ്പൊ അതിന് വാപ്പ അങ്ങനെ കൊയഞ്ഞു, കട്ടിലമ്മക്ക് എടുത്ത് കടത്തി സംസം വെള്ളം കൊടുത്തു, 3 മുറുക്കൺ കുടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കേണ്ട പറഞ്ഞിട്ട് പിന്നെ ഒരു വലിയണ്ട് വലിച്ചു. പിന്നെ വാപ്പ മുണ്ടിയിട്ടില്ല എന്ന് പറയുമ്പോ പറയണത് വാപ്പ മരിച്ചു എന്നാണെങ്കിലും പറയണതിനൊരു ചൊറുക്കുണ്ട്, അത് കേൾക്കാനും ചൊറുക്കുണ്ട്. ഇതിനെയാണ് ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം എന്ന് പറയുന്നത്. അത് ഗുരുവിനെ ആദരിച്ചവർക്കാണ് ഉണ്ടാവുക. ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തവർക്ക് ചീത്ത മരണം ഉണ്ടാവും. എന്തേ ഇപ്പൊ മൂപ്പർക്ക് ദണ്ണെന്ന് ചോദിച്ചാൽ അതൊന്നും പിന്നെ പറയണ്ടെന്ന് പറയും. പറയാൻ കഴിയൂല, പറയാൻ പറ്റുന്ന പോലത്തിലാവില്ല. അതന്നെ സംഗതി, അതാണ് ചീത്ത മരണം. അപ്പൊ ഗുരുവിനെ ഇൻസൾട്ട് ചെയ്താൽ 3 അടങ്ങേറുണ്ടാവും. അപ്പൊ ഇൽമിൽ ബറക്കത്തുണ്ടാവാൻ 3 കാര്യങ്ങൾ വേണം. ഒന്ന്, ഗുരുവിനെ ആദരിക്കണം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്കൂളിൽ വന്നപ്പോ ഒരു ദിവസം വാപ്പാനോട് പറഞ്ഞു, വാപ്പാ ഞങ്ങളെ സ്കൂളിലെ 7 മാസം എല്ലാരും പിന്നെ മൊട്ടത്തലയൻ എന്നാണ് വിളിക്കണത് എന്ന് പറഞ്ഞപ്പോ വാപ്പ ചോദിച്ചു, എന്തേച്ച് പറഞ്ഞതെന്ന് ചോദിച്ചു. മൊട്ടത്തല എന്നാ വിളിക്കല് എന്ന് പറഞ്ഞപ്പോ വാപ്പ പറഞ്ഞു, അയാൾക്ക് പറ്റിയ പേരെന്നാണ് അത് എന്ന് പറഞ്ഞു കൊടുത്താൽ ആ കുട്ടിക്ക് വജീനം തടയപ്പെടും, ആ കുട്ടിയുടെ ആഖിബത്ത് ചീത്തയാകും, ആ കുട്ടി ആ ഗുരുനാഥനിൽ നിന്ന് ഭരിച്ചതിന്റെ ഉപകാരമില്ലാതെയാകും. മറിച്ച് വാപ്പാക്ക് മോനെ പറഞ്ഞത് പറഞ്ഞു, വാപ്പാന്റെ കുട്ടി ജീവിതത്തിൽ ഒരിക്കലും ഇനി അങ്ങനെ പറയരുതിട്ടോ എന്ന് പഠിപ്പിച്ചാൽ ഗുരുവിൽ നിന്ന് പഠിച്ചതിന്റെ ഉപകാരം ഉണ്ടാവും. ഓന് എവിടെ പോയാലും റിസ്ക് തടയപ്പെടൂല. എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ഹലാലായ ഭക്ഷണങ്ങൾ ഏകദേശമൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടാവുന്നുണ്ട്. വലിയ വിവരമൊന്നുമില്ല, പക്ഷെ ഗുരുനാഥന്മാരോട് വലിയ ആദരവിനെ വെച്ച് വരും. അതിന്റെ സംഗതി ഗുരുവിനെ ആദരിക്കുന്നവർക്കാണ് റിസ്ക് ഭൂമിയിൽ. ഞാൻ തമാശക്ക് പറയലുണ്ട്, ബറാത്തിന് നമ്മൾ 3 യാസീൻ ഓതുമല്ലോ, 1 ഏതായാലും ഉഷാറായിട്ടുണ്ട് എന്ന്. എനിക്കിപ്പോ ഇന്ന് രാത്രി എന്തൊക്കെ തിന്നാൻ കിട്ടിയെന്നിപ്പോ അങ്ങോട്ട് പറഞ്ഞാൽ തൊള്ളയിൽ കൂടെ കപ്പലിങ്ങനെ ഓടും. ഞാൻ പറയണില്ല, കൽപ്പിച്ചുട്ടി പറയാതിരിക്കാൻ. അള്ളാഹു ഭക്ഷണം നൽകിയവർക്ക് സ്വർഗീയമായ ഭക്ഷണം നൽകട്ടെ, ആമീൻ. അതുകൊണ്ട് ഗുരുവിനെ ആദരിക്കുന്നവർക്കാണ് വിശാലമായ റിസ്ക് ഉണ്ടാവുക. ഗുരുവിനെ ആദരിക്കുന്നവർക്കാണ് ഹുസ്നുൽ ഖാത്തിമത്ത് ഉണ്ടാവുക. ഗുരുവിനെ ആദരിക്കുന്നവർക്കാണ് പഠിച്ച ഇൽമ ഉപകാരം ചെയ്യുക. അതുകൊണ്ട് ഇൽമിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. ഒന്നാമത്തെ കാര്യം ഗുരുവിനെ ആദരിക്കണം. 2ാമത്തെ കാര്യം ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യണം. എന്തുള്ള വിവരച്ചാല് ഉള്ള വിവരത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യണം. ചില കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യാൻ കഴിയുന്നുണ്ടാവും, അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം. ചില കാര്യങ്ങൾ നമുക്ക് മാസത്തിലൊരിക്കൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ, അപ്പൊ മാസത്തിലൊരിക്കൽ ചെയ്യണം. ചിലത് നമുക്ക് ആഴ്ചയിൽ ഇപ്പൊ എന്നും മരിച്ചവർക്ക് യാസീൻ ഓതണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ കൂടെ നടന്നുകൊണ്ടെന്നില്ല. വെള്ളിയാഴ്ച രാവിലെ മരണപ്പെട്ടവർക്ക് ഒരു യാസീൻ ഓതി തോർക്കണം. എന്നും ആരെ മങ്കൂസ് മൗലൂദ് ഓതണം എന്ന് പറഞ്ഞപ്പോ നടക്കൂലല്ലോ. മാസത്തിലൊരിക്കല് മക്കളെയും പേരെ കുട്ടികളെയും കൂട്ടിയിട്ട് ഒരു മങ്കൂസ് മൗലൂദിന്റെ 2 ഹദീസും പിന്നെ ഒരു അവസാനത്തെ ഹദീസ് ഓതിയിട്ടൊന്ന് തോർക്കണം. അങ്ങനെ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് തസ്ബീഹ് നിസ്കരിക്കണം. അതാണ് നമ്മൾ 25 പള്ളിയിൽ നിസ്കരിക്കല്. ജീവിതത്തിൽ ഒരു ഹത്തെങ്കിലും തീർക്കണം. അവനാന്റെ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കണേന്റെ മുന്നേ അവനാൻ തന്നെ ചെല്ലണം. പള്ളിക്കൊന്ന് കിട്ടിയാൽ ലാഭം, അത്രയേ ഉള്ളൂ. പള്ളിക്കൊന്ന് മരിച്ചാൽ വെള്ളിയാഴ്ച ഒരു ദിക്ർ ഉണ്ടായാലുണ്ട്, പല പള്ളിക്കുണ്ട്, ഇവിടെ ഉണ്ടാവും എന്നാ വിചാരിക്കണേ. പലയിടത്തും ഉണ്ടായാലുണ്ട്. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ കിട്ടിയില്ല. എല്ലാ കാലം ഒന്നും കിട്ടിക്കോളുന്നില്ല, എപ്പോൾ ഉണ്ട് എന്ന് വിചാരിക്കാം. നാളെ കമ്മറ്റൊക്കെ മാറി വലിയ പുരോഗമനവാദികളൊക്കെ വന്നിട്ട് അതൊന്നും ഇപ്പൊ വേണ്ട ഒരു എല്ലിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് മുടങ്ങി. അവനാന്റെ 70,000 അവനാൻ ചെല്ലി വെച്ചാല് സംഗതി റാഹത്തായി. മറ്റേത് കിട്ടിയ ലാഭത്ത് കൂട്ടാം. ഒരു 70,000 അവനാനാണ് ചെല്ലിയാല് എത്ര നന്നു സംഗതി. അതന്നെ ആയുസ്സിലൊരു 70,000 ഞാൻ പറഞ്ഞത്, അല്ലാതെ ഇടക്കിടക്ക് 70,000 പറയണില്ല. ആയുസ്സിലൊരു 70,000 ഒരു ഹത്തം മുഴുവനായിട്ട്. അത് ആണുങ്ങളോട് പ്രത്യേകം പറയണമെന്നാണ്. പെണ്ണുങ്ങൾ ഖുർആനോത്തിൽ കുറച്ച് മുമ്പിലാണ്, ആണുങ്ങൾ വളരെ ബാക്കിലാണ്. ഇനിയിപ്പോ റമദാൻ മാസമല്ല വരുന്നത്. ഞാനിപ്പോ കഴിഞ്ഞ റമദാന്റെ മുമ്പത്തെ റമദാനില്, അതോ ഞാൻ അതിന്റെ മുമ്പത്തെ റമദാനിലാന്ന് അറിയില്ല, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് റമദാൻ 28 അന്ന് ഒരു ഖത്മുൽ ഖുർആൻ എന്നൊരു പരിപാടി വെച്ചു. മഹല്ലത്തെ എല്ലാ ആൾക്കാരും വന്നിട്ട് എല്ലാവരും ഓരോ ജുസ് ഓതിയിട്ട് ഒന്നിച്ചു തോരക്കുക.
അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് എല്ലാവരോടും നിങ്ങളെല്ലാവരും റമദാനായിട്ട് തീർത്ത ഹത്തത്തിന്റെ എണ്ണവും പേരും ഒന്ന് എഴുതിയിട്ട് ഒരു കടലാസിൽ കൊണ്ടുവരും, ദോരക്കുമ്പോൾ മനസ്സിനൊരു റാഹത്ത് കിട്ടാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പെണ്ണുങ്ങൾ 2 ഹത്തം 3 ഹത്തം 12 ഹത്തൊക്കെ തീർത്ത പെണ്ണുങ്ങളുണ്ട്. ആണുങ്ങൾ ഉസ്താദെ 1ാമത്തെ ഹത്തം തീരാനാകണുണ്ട്, ദോരക്കും ഉണ്ട് പറഞ്ഞു. അതിങ്ങനെ ഇളകുകയാണ്, ആകണുള്ളൂ. അതുകൊണ്ട് ആണുങ്ങൾ അതിൽ വളരെ ബാക്കിൽ. ആണുങ്ങൾ ഇപ്പം എന്താ ചെയ്യുക വെച്ചാൽ റമദാൻ 1-ന്റെ അന്ന് പള്ളിക്കണ്ട് വന്നിട്ട് ളുഹ്ർ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ട് ഒരു പലക ഉണ്ടാവും മരത്തിന്റെ, അതിങ്ങനെ വെച്ചിങ്ങാണ്ട് അതിന് ഒരു മുസാഫ് വെച്ചിട്ട് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും. 2 പേജിന് കഴിയുമ്പോഴത്തിന് ഫോണിക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് വരും. അപ്പോൾ ആ ഫോൺ എടുത്തുകൊണ്ട് അന്നാണ് പോയാൽ പിന്നെ 25,000 വരും. അതാണ് ഇപ്പോൾ ഈ തീരിനുണ്ട് ദോരക്കൂടി പറഞ്ഞതേ. അന്നാ പോയിട്ട് പിന്നെ 25,000 വന്ന സാധന. അതുകൊണ്ട് ആണുങ്ങൾ ഖുർആനോത്തിൽ വളരെ ബാക്കിലാണ്. ഒന്ന് ഷറായിട്ട് റമദാൻ മാസമല്ല വരുന്നത്. ഒരു ഹത്തെങ്കിലും ഈ റമദാൻ കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റണം. ഇപ്പം തന്നെ വേണമെങ്കിൽ തുടങ്ങാം. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല. റജബിലാണ് തുടങ്ങിക്കോളി. എന്നിട്ടെങ്കിലും ആ 25,000 അന്നേക്ക് ആ റബ്ബിന്നാസിന്റെ അവിടെ എത്തിയിട്ട് പിന്നെ ഒരു ഫാത്തിഹയും അൽബക്കറയിൽ നിന്ന് ഒരു 5 ആയത്തും അത് തുടങ്ങി വെച്ച് അടുത്ത ഹത്തം കൂടി അത് സ്റ്റാർട്ട് ചെയ്തിട്ട് തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ദ്വാര നടത്തിയാണ്ടല്ലോ പ്രാർത്ഥിക്കാരം. അതുകൊണ്ട് ഉള്ള ഇൽമുകൊണ്ട് അമൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇൽമിൽ ബറക്കത്തുണ്ടാകുക. അപ്പൊ പല തരത്തിലുള്ളതുണ്ട്. കൊല്ലത്തിലൊക്കെ ചെയ്യാൻ പറ്റിയതുണ്ട്, ആയുസ്സിലൊക്കെ ചെയ്യാൻ പറ്റിയതുണ്ട്, മാസത്തിൽ ചെയ്യാൻ പറ്റിയതുണ്ട്, ആഴ്ചയിലുണ്ട്, എന്നും ചെയ്യേണ്ടതും ചെയ്യാൻ പറ്റിയതുണ്ട്. അവനക്കാണ്ട് കഴിയും പോലെ ഉള്ള ഇൽമനുസരിച്ച് അമൽ ചെയ്യണം എന്നതാണ് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം ഭൗതികമായ തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലത്തെ ഉയർത്തിക്കൊണ്ടുവരണം. ഒരാൾക്ക് ഭൗതിക വിജ്ഞാനം കൂടുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനം കൂടണം. മൗലാന ഷൗക്കത്ത് അലി എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു, മൗലാന ഷൗക്കത്ത് അലി. മൗലാന ഷൗക്കത്ത് അലിയോട് തന്റെ ഉമ്മ ഒരിക്കൽ പറഞ്ഞു, മോനെ, നിന്റെ വിവരത്തിൽ ഏറ്റവും വലിയ വിവരം മുഹമ്മദ് നബിയെ കുറിച്ചുള്ള വിവരമായിരിക്കണം. ഈ സാധനത്തിന്റെ പേര് മൈക്രോഫോൺ എന്നാണ്. ഇതിന്റെ മുമ്പിലുള്ള ഈ സാധനത്തിന്റെ പേര് മൈക്രോഫോൺ എന്നാണ്. ഇതിന്റെ പേര് മൈക്രോഫോൺ എന്നാണെന്ന് മൗലാന ഷൗക്കത്ത് അലി പഠിച്ചാൽ അന്ന് ഒരു ഉസ്താദിനെ പോയി കണ്ടിട്ട് മുഹമ്മദ് നബിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു തന്നെന്ന് പറയും, സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. എന്നിട്ട് നബി തങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പഠിക്കും. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വിവരമായിരിക്കണം ഇൽമിലെ ഏറ്റവും വലിയ വിവരം എന്നാണ്. അത് സ്നേഹത്തിന്റെ അടയാളമാണ്. സ്നേഹമുള്ളതിനെ കുറിച്ച് പറയാൻ കഴിയുകയും പറയുകയും ചെയ്യുന്നതാണ്. ചില ആൾക്കാർ വൈകുന്നേരം അസറസ്കാരം കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി പീടിയിൽ വന്നാൽ വർത്താനം ഇങ്ങനെ തുടങ്ങുന്നേ, എൻ്റെ പേരക്കുട്ടി ഇന്ന് വൈകുന്നേരത്ത് സ്കൂളിൽ വന്നപ്പോഴേ മാംഗോന്ന് ഇംഗ്ലീഷാണ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങാം. അതിൻ്റെ അർത്ഥം എന്താ? പേരക്കുട്ടിയോട് നല്ല ഇഷ്ടമുണ്ട് എന്നാണ്. ഇഷ്ടമുള്ളതിനെ കുറിച്ച് എല്ലാവരും പറയും. എനിക്ക് എൻ്റെ കയ്യിനെ കുറിച്ച് പറയാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിനെ കുറിച്ച് പറയാൻ കഴിയുമെങ്കിൽ എൻ്റെ ഈ കയ്യിനേക്കാൾ മുഹമ്മദ് നബിയുടെ കയ്യിനോട് ഇഷ്ടമുണ്ട് എന്ന് വരും, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇൽമിൽ വെച്ച ഏറ്റവും വലിയ ഇൽമ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള വിവരമാകണം. അതാണ് ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയരണം എന്ന് പറഞ്ഞത്. ഇനി വരുന്ന കാലഘട്ടത്തില് മുസ്ലിം സമൂഹത്തിന്റെ ഈമാൻ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വരുന്ന എല്ലാ സംശയങ്ങളും മുഹമ്മദ് നബിയെ കുറിച്ചുള്ള സംശയമായിരിക്കും, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വരുന്ന കാലത്തെ ഏറ്റവും കൂടുതൽ ഈമാൻ നിലനിൽക്കണമെങ്കിൽ പഠിക്കേണ്ട വിഷയവും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിഷയമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ ബശറാണ്, മനുഷ്യരിൽ ഏറ്റവും ഷറഫുള്ള ആളാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് റോസാപ്പൂവിന്റെ മണമായിരുന്നു എന്ന് ഇമാം തുർമുദി തന്റെ ശമാഇലിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുന്ന സമയത്ത് നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിയാറുണ്ടായിരുന്നു എന്നും ആ വിയർപ്പ് തുടച്ചെടുത്തിട്ട് കുപ്പിയിലാക്കി സുഗന്ധമാക്കി സൂക്ഷിക്കൽ പതിവുണ്ടായിരുന്നു അവിടുത്തെ ഉമ്മമാരായ, അവിടുത്തെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നും ചരിത്രത്തിൽ നസ്സാൻ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ നടന്നു പോയാൽ സുഗന്ധം കൊണ്ട് തിരിച്ചറിയൽ പതിവുണ്ടായിരുന്നു എന്നാണ്. നബി തങ്ങൾ ഈ വഴി കൂടെ നടന്നു പോയിട്ടുണ്ട്. നമ്മളെ കജ്ജ് ഇങ്ങനെ ഒന്ന് വരതിങ്ങാണ്ട് ഇങ്ങനെ വാസനിച്ച് നോക്കിയാലേ കോഴിക്കോട്ടേക്ക് തലട്ടമായിട്ടുണ്ടാവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, മുഹമ്മദ് നബി അഷ്റഫുൽ ബശറാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരിൽ അങ്ങനത്തെ ഒരു മനുഷ്യൻ ലോകത്തൊരു കാലത്തുണ്ടായിട്ടില്ല, ഇനിയൊരു കാലത്തോട്ടുണ്ടാവില്ല. അതന്നെ ഒരു മനുഷ്യന്റെ കണ്ണ് എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉത്തരം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് എങ്ങനെയാണോ അതാണ് മനുഷ്യന്റെ ഒറിജിനൽ കണ്ണ്.
ഒരു മനുഷ്യന്റെ ഒറിജിനൽ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നീളം എത്രയാണോ അതാണ് ഒരു മനുഷ്യന്റെ ഒറിജിനൽ നീളം. അതാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ ബശറാണ്, മനുഷ്യരിൽ ഏറ്റവും ഷറഫുള്ള ആളാണ്. എന്നാൽ നബി തങ്ങൾ അഷ്റഫുൽ ബശർ മാത്രമല്ല, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ അംബിയാ ആണ്. മനുഷ്യരിൽ ഏറ്റവും പ്രധാനമുള്ളതാണ് അമ്പിയാക്കൾ. അമ്പിയാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ അംബിയാ. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണേ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ജന്നാത്തുൽ ഫിർദൗസിന്റെ പ്രത്യേകത? അവിടെയാണ് മുഹമ്മദ് നബി ഉള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ പ്രത്യേകത, വേറെന്താ പ്രത്യേകത വേണ്ടത്? അതന്നെ അഷ്റഫുൽ അംബിയ ആണ് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് കാരണങ്ങൾ കാണാൻ പറ്റും. ലോകത്ത് കഴിഞ്ഞ മിക്കവാറും അമ്പിയാക്കൾക്കൊക്കെ നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് കഴിഞ്ഞു പോയ മിക്കവാറും നബിമാർക്കൊക്കെ നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒറ്റ നബിക്കും ബാങ്കില്ല. നൂഹ് നബിക്ക് നിസ്കാരം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ബാങ്ക് ഉണ്ടായിട്ടില്ല. നമ്മളെ ഈ നിസ്കാരം പോലെയും 5 വക്തും ആണെന്നൊന്നും വിചാരിക്കണ്ട, ഉണ്ടായിട്ടുണ്ട്. മൂസ നബി അലൈഹി ഇസ്ലാമിന് നിസ്കാരം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ബാങ്കില്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിന് നിസ്കാരം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ബാങ്കില്ല. ബാങ്ക് നമുക്ക് മാത്രം. എന്തേ കാരണം? ഈസാ നബി അലൈഹി ഇസ്ലാമിന് ബാങ്കുണ്ടായിരുന്നുവെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയേണ്ടി വരുമായിരുന്നു. അങ്ങനെ ഒരു പേര് ലോകത്ത് വിളിച്ചു പറയാൻ അള്ളാഹുവിന് ഉദ്ദേശമില്ല. ബാങ്ക് ഇഷ്കിന്റെ പ്രഖ്യാപനമാണ്. ഇഷ്ക് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. ഹബീബിങ്ങളെ, ഞാൻ പറഞ്ഞത് നല്ലോണം മനസ്സിലാക്കണേ. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇഷ്കാണ്. മഹബത്ത്, ഇഷ്ക്, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യം, അതാണ് ഈ ഉമ്മത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാം തന്റെ അനുയായികളെയും കൂട്ടിയിട്ട് നൈൽ നദി കടന്നുകാണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറച്ചം ചെന്നപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയി. തിരിച്ചു വന്നപ്പോ ഒരു പശുക്കുട്ടിയെ ആരാധിക്കൽ തുടങ്ങി. ദാവൂദ് നബി അലൈഹി ഇസ്ലാം തന്റെ അനുയായികളോട് ജാലൂത്തുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി പോവാണ്, നിങ്ങൾ പോരണോ ചോദിച്ചു. അതിൽ പറഞ്ഞു, ഇദ്ഹബ് അൻത വഖാതില ഇന്നാ ഹഉനാ ഖായിദൂൻ. ഇജ്വാന്റെ പടച്ചോനും കൂടി പോയിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്, വാ, വരുമ്പോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, ഞങ്ങൾ ഇവിടെ നിന്ന് ഒപ്പം പോകുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലെത്തി. 313 ആൾക്കാര്, 1000 പടയാളികളാണ് അബൂജഹലിന്റെ നേതൃത്വത്തിൽ ലഅനത്തുല്ലാഹി അലൈഹി വരുന്നത്. വാളുകളും അങ്കികളും എല്ലാ സംവിധാനങ്ങളോടുകൂടെയുമാണ് അവർ വരുന്നത്. സ്വഹാബത്തെ, നമ്മൾ ഇഞ്ഞെന്താ കാട്ടുക എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇപ്പൊ കടലിൽ പോയി ചാടണമെന്ന് നബിയങ്ങളാണ് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഞങ്ങളും ചാടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഇഷ്കാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ബാങ്ക് ഇഷ്കിന്റെ പ്രഖ്യാപനാണ്. എന്തെങ്കിലുമൊക്കെ ഇടങ്ങേറുണ്ടായാൽ നമ്മൾ എന്താ കാട്ടുക? ബാങ്ക് കൊടുക്കും. ബാങ്ക് അല്ലാഹു അക്ബറിന്റെ പ്രഖ്യാപനമല്ല. ബാങ്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമല്ല. ബാങ്ക് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന്റെ പ്രഖ്യാപനമായതുകൊണ്ടാണ്. മുത്തുനബി വഫാത്തായി എന്ന് പറഞ്ഞപ്പോ ബിലാല് പറഞ്ഞത് റളിയല്ലാഹു അൻഹു, ഞാൻ ഇനി ബാങ്ക് കൊടുക്കൂലാന്ന്. അത് അല്ലാഹു അക്ബർ പറയാൻ വയ്യായിട്ടല്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വയ്യായിട്ടല്ല, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ബാങ്ക് ഇഷ്കിന്റെ പ്രഖ്യാപനമാകുന്നു. ലോകത്ത് കഴിഞ്ഞ ഒറ്റ നബിമാർക്കും ബാങ്കില്ല. ഈ ഉമ്മത്തിന്റെ പ്രത്യേകത. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ അംബിയാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ അംബിയാ മാത്രമല്ല, മുത്തുനബി അഷ്റഫുൽ ഖൽഖാണ്. സൃഷ്ടികളിൽ ഏറ്റവും ഷറഫായ ആളാണ്. അങ്ങനെ ഒരു സൃഷ്ടി വേറെയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖാലിഖിൽ ഏകനായതുപോലെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്ലൂഖിലെ ഏകനാണ്. അങ്ങനത്തെ ഒരു ഖൽഖ് വേറെയില്ല. എല്ലാ ഖൽഖിനേക്കാളും പ്രധാനപ്പെട്ടതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. ഖുർആനിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഖുർആൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ്. മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ഖുർആൻ ഇറങ്ങൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ മാസം ഖുർആൻ ഇറങ്ങിയ ദിവസമല്ല, മാസമല്ല,
റമദാൻ ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ്. ഖുർആൻ അതിന്റെ മുമ്പുണ്ട്. അള്ളാഹു എന്നുണ്ടോ അന്ന് അള്ളാഹുവിന്റെ കലാമുണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞത് നബി തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കൊണ്ട് വർത്തമാനം പറഞ്ഞ ദിവസം എന്നല്ല. അള്ളാഹുവിന്റെ വർത്തമാനം അവന്റെ ദാത്തിൽ നിലനിൽക്കുന്നതാണ്. അള്ളാഹു എന്നുണ്ടോ അന്ന് കലാമുണ്ട്. ലൈലത്തുൽ ഖദ്റിന് എന്തുണ്ടായി? ലൈലത്തുൽ ഖദ്ർ ആ കലാം മുഹമ്മദ് നബിക്ക് ഇറങ്ങാണ് ചെയ്തത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ലൈലത്തുൽ ഖദ്ർ ഇല്ല. അതിനാൽ ലൈലത്തുൽ ഖദ്റിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെങ്കിൽ ഖുർആൻ ഇല്ല. ഖുർആനിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബയേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗത്തേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി എന്ന പേരായ ഒരു സഹാബി ഉണ്ടായിരുന്നു. റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഭാര്യമാരിൽ ഒരാളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വളൂ ചെയ്യാനും ഖളാഉൽ ഹാജത്ത് മലമൂത്ര വിസർജനത്തിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോ ഇരുട്ടിന്റെ മറവിൽ ഒരാളെ കണ്ടു. നമ്മളെ ഭാഷയും പറഞ്ഞാൽ വായം കുടുംബിലുണ്ട് ഒരളക്കം. ആരാ അത് എന്ന് ചോദിച്ചു. ഇത് ഞാനാണ്, റബിയാണ് എന്ന് പറഞ്ഞു. എന്താ കിടക്കണെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നബിയേ, നിങ്ങൾക്ക് രാത്രിയിൽ എന്തെങ്കിലും വല്ല ആവശ്യവുമുണ്ടെങ്കിൽ അത് നിർവഹിച്ചു തരാമല്ലോ എന്ന് കരുതി ഞാൻ ഇവിടെ വന്നു നിന്നതാണ് നബിയേ. അതിൽ ചോദിച്ചു, ഇജ് എന്നും ഇവിടെ അങ്ങനെ വന്നിക്കലുണ്ടോ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. ഞാൻ ഇന്ന് വിടക്കലുണ്ട്. അതെന്തിനാ ചോദിച്ചു. നിങ്ങൾക്ക് രാത്രി എന്തെങ്കിലും ഹിദ്മത്ത് വേണമെങ്കിൽ ചെയ്തുതരാലോ എന്ന് കരുതിയിട്ട് ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്നിക്കലുണ്ട്. നിങ്ങൾ രാത്രി പുറത്തേക്ക് ഇറങ്ങാത്തോണ്ട് എന്നെ കാണുകയാണ്. എന്നാ വെള്ളം കൊണ്ടുവരാറുണ്ട്. അങ്ങനെ വെള്ളം കൊടുന്നു. മലമൂത്ര വിസർജനം നടത്തി വളൂ ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ചോദിച്ചു, റബിയ, നിനക്ക് ഞാൻ എന്താണ് ദ്വാരക്കേണ്ടതെന്ന് ചോദിച്ചു. അനക്ക് എന്താ ദ്വാരക്കേണ്ടതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ, സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാവാൻ വേണ്ടി ദ്വാരക്കണം. അപ്പ നബി തങ്ങൾ ചോദിച്ചു, അവലക ഗൈറൻ റബിയത്തെ, ലേശം ചുരുക്കി ചോദിച്ചൂടെ എന്ന് ചോദിച്ചു. ലേശം ചെറുതെന്തേലും. ഇവിടെ സ്വർഗമല്ല ചോദ്യം. സ്വർഗം ചോദിച്ച ഒരാളോട് നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം സഹാബത്ത് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ വാഴ്ന്നു പറയാണ്, സഹാബ, 70,000 ആളുകൾക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു റജുൽ എഴുന്നേറ്റ് നിന്നു. ഉക്കാശയായിരുന്നു ആ റജുൽ എന്നതിന്റെ വിശദീകരണത്തിലുണ്ട്. ഒരു മനുഷ്യൻ എഴുന്നേറ്റെന്ന് ചോദിച്ചു, നബിയെ, ആ 70,000-ൽ ഒന്ന് ഇന്നാക്കോ ചോദിച്ചു. അന്തമിൻഹു എന്ന് പറഞ്ഞു. ആ 70,000-ൽ ഒന്ന് ഇജന്നെയാണ് ഉക്കാശ. ഒരു മടിയില്ലാതെ പറഞ്ഞു. ഇവിടെ സ്വർഗമല്ല ചോദ്യം, അതാണ് പ്രശ്നം. സ്വർഗത്തിന് 8 വാതിലുണ്ട് എന്ന് പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ചോദിച്ചു, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, 8 വാതിലും കൂടി ആർക്കേലും തുറന്നു കൊടുക്കോ എന്ന് ചോദിച്ചു. ചോദ്യം കേട്ടപ്പോൾ മനസ്സിലായി മൂപ്പർക്ക് കിട്ടാനാണ് എന്ന്. അതിൽ പറഞ്ഞു, തുറക്കും, നിങ്ങൾക്ക് ഏതായാലും തുറക്കും എന്ന് പറഞ്ഞു. അതേസമയത്ത് റബിയ ചോദിച്ചത് സ്വർഗമല്ല. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളുടെ അടുത്തിരിക്കണം. സ്വർഗത്തേക്കാൾ വലുതാണ് മുഹമ്മദ് നബി. അതുകൊണ്ടാണ് ചുരുക്കി ചോദിക്കാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാണ്ടോ എന്നറിയില്ല, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് മൊത്തം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നൊന്നുമില്ല, എനിക്ക് മനസ്സിലായാലും മതി. സ്വർഗത്തേക്കാൾ വലുത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ചുരുക്കി ചോദിക്കാൻ പറഞ്ഞത്. മൂപ്പര് പറഞ്ഞു, ചുരുക്കൊന്നുമില്ല, എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു. ചുരുക്കാൻ പറ്റൂല പറഞ്ഞു, എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞു, ഫഅഇന്നി ബികസ്റത്തി സുജൂദ്, എന്നാൽ റബിയ, സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം, ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാല്, സുജൂദ് അധികരിപ്പിച്ചാൽ നിനക്ക് കിട്ടുമെന്നല്ല ട്ടോ, അങ്ങനെ വിചാരിക്കരുത്. സംഗതി ഞാൻ ഏറ്റു. സുജൂദ് അധികരിപ്പിച്ചാൽ ഒരു സഹായമാകും എന്നേ പറഞ്ഞിട്ടുള്ളൂ. സുജൂദ് അധികരിപ്പിച്ചാലും വാങ്ങിത്തരാ, അധികരിപ്പിച്ചില്ലെങ്കിലും വാങ്ങിത്തരാ. ഫഅഇന്നി, നീ എന്നെ ഒന്ന് സഹായിച്ചാൽ നന്നായി. ബികസ്റത്തി സുജൂദ്, കുറച്ച് കൂടുതൽ സുജൂദ് ചെയ്തുങ്ങാണ്ട് സംഗതി ഞാൻ വാങ്ങിത്തരാ എന്ന് പറഞ്ഞു. സ്വർഗത്തേക്കാൾ വലുതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ ഏറ്റവും ഷറഫുള്ള ആളാണ്. ഇതൊരു മനുഷ്യന്റെ ഖൽബിക്ക് കയറണം, എന്നാലാണ് ഇൽമ് പരിപാലിക്കപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഇൽമ് ഉപകാരമില്ലാതെ പോകും. ഇനി വരാവുന്ന എല്ലാ സംശയങ്ങളും മുഹമ്മദ് നബിനെ കുറിച്ചായിരിക്കും സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം.
അതുകൊണ്ട് മുത്തുനബിയെ നന്നായി പഠിക്കണം. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി. ഇൽമിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ മൂന്നാമത്തെ കാര്യമാണ് ഇൽമിനെ പരിപാലിക്കണം. ഇൽമ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയരണം. ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയരുക എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ മുഹമ്മദ് നബി ഖൽബിക്ക് കയറലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇൽമിലെ ബറക്കത്ത്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മാലിൽ മുതലിൽ ബറക്കത്തുണ്ടാവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി എന്നാണ്. മുതലിൽ ബറക്കത്തുണ്ടാവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒറ്റ വിഷയം ആവശ്യമുള്ളൂ. എന്താ കാര്യം? ദാനം ശീലമാക്കിയാൽ സമ്പത്തിൽ ബറക്കത്തുണ്ടാവും. ദാനം കൊടുക്കാൻ പൈസ വേണം, ദാനശീലത്തിന് പൈസ വേണ്ട, മനസ്സുണ്ടായാൽ മതി. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മനസ്സിലാകണ്ടോന്ന് അറിയില്ല. സഹാബത്തിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്വതക്ക കൊടുത്തിരുന്ന ആൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണെന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഞാനിപ്പോൾ ഏകദേശം 2 വർഷമായി ഉംറക്ക് പോയപ്പോൾ മദീനയിൽ സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നമ്മളൊരു സുഹൃത്തുണ്ട് അസ്ലം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അസ്ലമിനെ കൂട്ടിയിട്ട് മദീനയിൽ ഒരുപാട് ആസാറുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഒരുപാട് അടയാളങ്ങളുണ്ട്. കുറെ കിണറുകൾ, കുറെ തോട്ടങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പൊ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങാണ്. അപ്പോൾ നാഷണൽ ഹൈവേയോട് ചേർന്ന് ചുവന്ന നിറത്തിൽ വലിയ 3 ബിൽഡിംഗ്, ഇങ്ങനെ നീളത്തിൽ വലിയ ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിന്റെ മേലെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഹാദാ വഖഫു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലിൽ മുസ്ലിമീൻ. ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്തതാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അസ്ലമിനോട്, എങ്ങനെ അസ്ലമെ ഒരു ബിൽഡിംഗ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്യുക? അന്ന് ഇതേമാതിരി കോൺക്രീറ്റിന്റെ ബിൽഡിംഗ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഒരു മറുപടി പറഞ്ഞു, ഇവിടെ ഒരു ഈത്തപ്പനത്തോട്ടാണ് ഉണ്ടായിരുന്നത്. ആ ഈത്തപ്പനത്തോട്ടം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളുടെ പൊതുവായ ഗുണത്തിന് വേണ്ടി വഖഫ് ചെയ്തു. അങ്ങനെ അതിൽ നിന്ന് മുസ്ലിങ്ങൾ ഈത്തപ്പഴം കഴിച്ചും വരുമാനം മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചും അങ്ങനെ കഴിഞ്ഞുപോയി. കുറെ കാലങ്ങൾക്ക് ശേഷം ഈത്തപ്പനങ്ങളെല്ലാം നശിച്ച് ഭൂമി തരിശായി കിടന്നു. സൗദി ഗവൺമെന്റ് അതിൽ 3 വലിയ ബിൽഡിങ്ങുകൾ നിർമ്മിച്ചു. സൗദിയിലെ നാഷണൽ ബാങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, അതിലേക്കാണ് വാടക പോകുന്നത് എന്ന് പറഞ്ഞു. അതിൽ നിന്ന് ലോക മുസ്ലിങ്ങളുടെ ഗുണങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കുന്നുണ്ട്. വേറൊരു അത്ഭുതം കൂടി പറഞ്ഞു, ഈ സ്ഥലത്തിന്റെ ആധാരം ഇപ്പോഴും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ്. സഹാബത്തിന്റെ ഇടയിൽ വലിയ സദഖ കൊടുത്തിരുന്ന ആളാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു. യുദ്ധത്തിന് പോകാൻ വേണ്ടി വയലറിയാണ്, 100 ഒട്ടകം ഞാൻ തരാ നബിയെ. പിന്നെ വയലറിഞ്ഞു, പിന്നെ നീച്ചിട്ട് പറഞ്ഞു 100 ഒട്ടകഞ്ഞും തരാ നബിയേ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെ മസ്ജിദുൻ നബവി ഇന്ന് വിശാലമാക്കുന്ന സ്ഥലവും ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വഖഫിലാണ്. അത്രയും വലിയ ധർമ്മിഷൻ. ഇതിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വാപ്പാക്ക് കുറച്ച് തോന സ്ഥലം ഉണ്ടായിട്ടുണ്ടാവും, അത് വിറ്റ് കിട്ടിയ പൈസ ഇക്കാരെന്ന്. അല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻസാരി അല്ല, മുഹാജിറാണ്. ഉസ്മാൻ റളിയല്ലാഹു മദീനക്കാരനല്ല. ഉസ്മാൻ റളിയല്ലാഹു മക്കത്ത് നിന്ന് 2 കയ്യും വീശിങ്ങാണ്ട് മദീനത്തേക്ക് പോന്ന മനുഷ്യനാണ്. പിന്നെന്തേ മൂപ്പർക്ക് കൊടുക്കാൻ മാത്രം ഉണ്ടായി? കൊടുക്കാനുള്ള മനസ്സുണ്ടായതിനാൽ കൊടുക്കാനുള്ള പൈസ ഉണ്ടായി എന്നതാണ്. അതാണ് ദാനശീലം. കൊടുക്കാൻ മനസ്സുണ്ടോ കൊടുക്കാനുള്ള പൈസ ഉണ്ടാവും. കൊടുക്കാൻ മനസ്സില്ലയോ കുപ്പായത്തിന്റെ കീശ മാറിയിട്ടേക്കാരം വന്നിട്ടുണ്ടാവുക. അതാണ് സംഗതി. ഇത് പിരിവിന് വേണ്ടി പറയല്ല, ഞാൻ സംഘാടകരോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിരിക്കൂല. എന്താ കാര്യം? നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പൈസ വാങ്ങാനാണെന്ന് തോന്നിപ്പോവും. ഒരിക്കലും അല്ല, ഞങ്ങളിരുന്നൊരു പൈസ വാങ്ങില്ല. ഹക്ക് തന്നെയാണ്. അതുകൊണ്ട് പറയാം, സമ്പത്ത് പരിപാലിക്കപ്പെടണോ, ദാനം ശീലമാക്കണം. അതുകൊണ്ട് മുതലിലെ ബറക്കത്ത് എന്ന് പറയുന്നത് സ്വതക്കയാണ്, ദാനമാണ്. ഇത് കുട്ടികളെ ശരിക്കും പഠിപ്പിക്കണം, മക്കളെ നല്ലോണം പഠിപ്പിക്കണം. ഉച്ചക്ക് ചോറ് കഴിച്ചിട്ട് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ജനലിന്റെ കർട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോ കാലുണ്ട് ചെയ്യാത്ത ഒരാൾ ഇങ്ങനെ വന്നിട്ട് ബെല്ലടിച്ച് കണ്ടു. അതിൽ പറഞ്ഞു, മനുഷ്യന്റെ അടുത്ത് നയ പൈസ ഇല്ലാത്തോടത്ത് ഓരോന്ന് ഏന്തി വലിഞ്ഞ് കയറി വന്നിക്കണത്. വാപ്പോടില്ലാന്ന് പോയി പറഞ്ഞാടാ ചെറുക്കനോട്, മൂത്തോനോട്. അതൊരു പഠിപ്പാണ്. വേറൊരു പഠിപ്പുണ്ട്. എന്താ പഠിപ്പ്? വല്യമ്മക്ക് വായു ഗുളിക വാങ്ങാൻ വേണ്ടി എടുത്ത് ചെയ്യുന്ന പൈസ എന്നൊരു 5 കൊട്ടനുറുപ്പ്യൻ എടുത്തിട്ട്
ചെറുക്കൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, കുട്ടിയെ വാപ്പാൻ്റെ അടുത്ത് ഒന്നുമില്ല, എന്നാലും അയാൾ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് കരുതി വന്നതല്ലേ ഈ റമദാൻ മാസത്തിൽ, വെറും കൈയോടെ മടക്കണേ ശരിയല്ല, അള്ള നമുക്ക് വേറെ തന്നോളും, വാപ്പാൻ്റെ കുട്ടി തന്നെ കൊണ്ടേ കൊടുത്തലാന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയുടെ തന്നെ കൊടുത്തയച്ചാൽ ആ കുട്ടിക്ക് പഠിയുന്നതിനെയാണ് ദാനശീലം എന്ന് പറയുന്നത്. സമ്പത്തിൽ ബർക്കത്തുണ്ടാവും. ഞാൻ ചിലപ്പം പറയലുണ്ട്, ഈ ഗവൺമെന്റ് ജോലിക്കാർക്ക് ഒന്നും സമ്പത്തിൽ ബറക്കത്ത് വളരെ കുറവാണ്. എല്ലാവർക്കും നല്ലട്ടെ ഈ പറഞ്ഞത്, ജോലിക്കാരെ കൂടി തല്ലാൻ പറ്റുമൊന്നും വേണ്ട. ഗവൺമെന്റ് ജോലിക്കാർക്ക്, ഗവൺമെന്റ് ശമ്പളം കിട്ടുന്ന ആൾക്കാർക്ക് സമ്പത്തിൽ ബറക്കത്ത് വളരെ കുറവായിരിക്കും എന്ന് പറയലുണ്ട്. എന്താ സംഭവം എന്ന് പറയുന്നത്? അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, പാലിന് കൊടുക്കാൻ അതിലൊരു വിഹിതം ഉണ്ടാവും, പിന്നെ മീൻകാരന് കൊടുക്കാൻ, സൂപ്പർ മാർക്കറ്റ് പൈസ കൊടുക്കാൻ, ഇതൊക്കെ ഇങ്ങനെ ടൈം ടേബിളൊക്കെ തിരിച്ച് കണക്കാക്കി ഇങ്ങനെ നോക്കുമ്പോൾ സദക്കക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ല. സദക്കക്ക് വിഹിതമില്ല എന്നതാണ് ബറക്കത്ത് നഷ്ടപ്പെടുന്നതിന്റെ കാരണം. അതുകൊണ്ട് ഈ വിഷയങ്ങൾക്കാണ് മനസ്സിലായാണ്ടല്ലോ, മുസ്ലിമും മുഅ്മിനുമായ ഏതെങ്കിലും ഒരു മനുഷ്യന് നല്ല നിലയിൽ, ഹലാലും തൊയ്യബുമായ നല്ല നിലയിൽ മുതലാളിയായിട്ടുണ്ടെങ്കിൽ ഓനോ ഓന്റെ വാപ്പാന്റെ വാപ്പയെ 7 തലമുറയിൽ ഏതെങ്കിലും ഒരാൾ ദാനശീലമുള്ളവനായി കഴിഞ്ഞു പോയിട്ടുണ്ടാവും എന്നതാണ് രഹസ്യം. നിങ്ങളിത് മനസ്സിലാക്കണം കേട്ടോ. മുസ്ലിം മുഅ്മിനുമായിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ല നിലക്ക് എന്ന് പറഞ്ഞാൽ അറബിനെ എത്തിങ്ങാനെ ചേർക്കാതെ നല്ല നിലക്ക് ഹലാലും തൊയ്യവുമായ തരത്തിൽ മുതലാളിയാകുന്നുണ്ടോ, അവന്റെ 7 തലമുറയിലെ ഏതെങ്കിലും ഒരു വാപ്പ കയ്യഴിഞ്ഞ് ധർമ്മം കൊടുത്ത ആളുണ്ടായിരിക്കും. ഒരു മനുഷ്യൻ ദാനം ശീലമാക്കിയാൽ അവന്റെ 10 തലമുറ പിന്നിടുന്നതിന്റെ മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 10 ഇരട്ടിയാക്കി തിരിച്ചു കൊടുക്കും. അൽ ഹസനതു ബി അശ്രി അംസാലിഹാ ഹബീബുനാ റസൂലുള്ളാഹി. നന്മ അതിന്റെ 10 ഇരട്ടി കൊണ്ട് തിരിച്ചു നൽകുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദാനം ശീലമാക്കണം. അത് വലിയൊരു ശീല. സമ്പത്തിന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ സദഖയാണ്. സമ്പത്തിന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ദാനമാണ്, ഹദിയയാണ്, ഹിബത്താണ്. സക്കാത്ത് ഉണ്ടാവൂല. സക്കാത്ത് നിർബന്ധ ദാനമാണ്. സദഖ, ഹിബത്ത്, ഹദിയ എന്നിവയാണ് സമ്പത്തിന്റെ ബറക്കത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് സമ്പത്തിലെ ബറക്കത്തിന് ഈ കാര്യം നിർബന്ധമായും ചെയ്തിരിക്കണം. പിന്നെ എപ്പോഴും നമ്മള് വരുമാനത്തേക്കാൾ അധ്വാനമുണ്ടെങ്കിൽ ബറക്കത്തുണ്ടാവുന്നതാണ്. അതായത് 1000 ഉറുപ്പ്യന്റെ പണിയെടുത്തിട്ട് 950 ഉറുപ്പ്യ വാങ്ങിയാൽ ബറക്കത്ത് കൂടുതലും, 1000 ഉറുപ്പ്യന്റെ പണിയെടുത്തിട്ട് 1500 ഉറുപ്പ്യക്ക് വാശി പിടിച്ചാൽ ബറക്കത്ത് കുറവായിരിക്കും ഉണ്ടാകുക. എപ്പോഴും അങ്ങനെയൊക്കെ സൂക്ഷിക്കണം. സമ്പത്തിലെ ബറക്കത്ത് വളരെ പ്രധാനമാണ്. സമ്പത്തിലെ ബറക്കത്താണ് നഷ്ടപ്പെട്ടാൽ ആ സമ്പത്തോടുള്ള എല്ലാവരും ബറക്കത്താണ് പോകും. ഭൂമിയിലുള്ള ബറക്കത്ത് പോവും, വീട്ടിലുള്ള ബറക്കത്ത് പോവും, എല്ലാം പോവും. അങ്ങനെ. അപ്പൊ അതാണ് വീട്ടിലും ബറക്കത്തുണ്ട്. വീട്ടിലെ ബറക്കത്ത് എന്ന് പറഞ്ഞാല് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് ആദ്യം ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ധാരാളം മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ വീട് ഒഴിവാക്കിയിട്ട് വേറൊരു വീട്ടിലേക്ക് താമസം മാറി. അതിന്റെ ശേഷം ഞങ്ങൾക്ക് സമ്പത്ത് ഇങ്ങനെ നഷ്ടപ്പെടാൻ തുടങ്ങി, മക്കൾ ഓരോരുത്തരായി മരിക്കാനും തുടങ്ങി. നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പറഞ്ഞു, നിങ്ങൾ ആ വീട് വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക എന്ന് പറഞ്ഞു. വീട്ടിലെ ബറക്കത്ത് വളരെ പ്രധാനമാണ്. വീട്ടിൽ ബറക്കത്തില്ല എന്നതിന് 2 അടയാളങ്ങൾ ഉണ്ടെന്നാണ്. വീട്ടിൽ ബറക്കത്തില്ല എന്നുള്ളതിന് 2 അടയാളങ്ങളാണ്. ഒന്ന്, തുടരെയുള്ള മരണം. മരിക്കാപ്പം എന്തായാലും മരിക്കും, പക്ഷെ ഇടക്കിടക്ക് മരിക്കുക എന്നുള്ളതൊരു പ്രശ്നമല്ലേ. തുടരെയുള്ള മരണം വീട്ടിൽ ബറക്കത്തില്ല എന്നതിന്റെ അടയാളമാണ്. എത്ര പൈസ കിട്ടിയാലും തികണില്ല. കാരണന്മാര് പറയും ഓട്ടക്കൈയാണ്. വീട്ടിൽ ബറക്കത്തില്ല എന്നതിന്റെ അടയാളമാണ്. വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ എന്താ വേണ്ടത്? സൂറത്തുൽ വാഖിയ ഓതണം. സൂറത്തുൽ വാഖിയ പതിവാക്കണം. മൻ ഖറഅ സൂറത്തുൽ വാഖിയ ഫീ കുല്ലി ലൈലത്തിൻ മറ ലം യജിദുഹു ഫാഖത്തുൻ അബദാ. മൻ ഖറഅ സൂറത്തുൽ വാഖിയ, ഏതെങ്കിലും ഒരു മനുഷ്യൻ സൂറത്തുൽ വാഖിയ ഓതിയാൽ ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയിലും, മറത്തൻ, ഒരു പ്രാവശ്യം, ലം യജിദുഹു ഫാഖത്തുൻ അബദാ, അവനൊരിക്കലും ദാരിദ്ര്യം പിടികൂടുകയില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതാണ് വേണ്ടത്. എന്നെ സംഗതി വിരുന്നുകാർ വരുന്ന വീട്ടിൽ ബറക്കത്തുണ്ടാവുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ എപ്പോഴും വിരുന്നുകാർ വരണം. എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് പെങ്ങന്മാരോടൊക്കെ വരാൻ പറയണം. അഞ്ചനെ വിളിക്കണം, ജ്യേഷ്ഠനെ വിളിക്കണം, തറവാട്ടിൽ നിന്ന് വാപ്പാടെന്ന് ഇടക്ക് വരാൻ പറയണം. ഇടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് അവനാൻ്റെ മക്കൾക്ക് തന്നെ കൊടുക്കണം. അങ്ങനെയൊക്കെ വിരുന്നുകാർ വരുന്ന വീട്ടിൽ ബറക്കത്തുണ്ടാവുമെന്നാണ്. അതിന് നേരെ ഓപ്പോസിറ്റ്, വിരുന്നുകാർ വരാത്ത വീട്ടിൽ ബറക്കത്തുണ്ടാവില്ല. അങ്ങനെ. അതുകൊണ്ട് ബറക്കത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ബറക്കത്ത് വലിയ സംഗതിയാണ്.
സഹാബത്തിന്റെ ഇടയിൽ ഏറ്റവും ബറക്കത്തുണ്ടായ ഒരാള് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറയാറുണ്ട്. വേറൊരാള് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇവരൊക്കെ വലിയ സമ്പത്തിൽ ബറക്കത്തുണ്ടായ ആൾക്കാരാണ്. അനസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നബി തങ്ങളൊപ്പം താമസിച്ചു. അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മാനെ വാപ്പ മരിച്ചിട്ട് രണ്ടാമത് കല്യാണം കഴിക്കുകയാണ്. അനസ് ബിൻ മാലിക് എന്നാ പറയാ. മാലിക് എന്നവർ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. അനസ് റളിയല്ലാഹുവിന് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ. അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞത്. നിങ്ങളൊക്കെ വേദന കേട്ടിട്ടുണ്ടാവും. മകൻ മരിച്ചിട്ട് വാപ്പ വരുമ്പോ ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞ് ശാരീരികമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവസാനം ഒരാൾ പാത്തക്കാൻ തന്നാൽ തിരിച്ചു ചോദിച്ചാൽ കൊടുക്കണ്ടേന്ന് ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ആ ആളാണ് ഉമ്മു സുലൈം. അത് അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മയാണ്. അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മ ഉമ്മു സുലൈമിനെ രണ്ടാമത് കല്യാണം കഴിച്ചതായിരുന്നു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഭാര്യയെയും ഭർത്താവിനെയും കാണണമെങ്കിൽ ഉമ്മു സുലൈമിനെയും അബൂ സുലൈമിനെയും നോക്കിക്കൊള്ളട്ടെ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മാനെ പറ്റിയിട്ടും എളാപ്പാനെ പറ്റിയിട്ടുമാണ്. എളാപ്പ എന്ന് പറഞ്ഞാൽ ഉമ്മാനെ രണ്ടാമത് കല്യാണം കഴിച്ച എളാപ്പ. അതാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹുവിന് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഉമ്മാനെ രണ്ടാമത് കെട്ടിക്കുകയാണ്. അബൂ ത്വൽഹ റളിയല്ലാഹുവിന് കല്യാണം കഴിക്കുകയാണ്. അപ്പോ അനസിനെ എന്താ വേണ്ടതെന്നൊരു തർക്കമുണ്ടായി. തറവാട്ടിൽ നിർത്തണോ, ഉമ്മ കൊണ്ടുപോകണോ? അബൂ ത്വൽഹ നോക്കാൻ റെഡിയാണ്, കൊണ്ടുപോകാനും റെഡിയാണ്. പക്ഷെ ഇവർക്ക് പറഞ്ഞേക്കാൻ ഒരു വിഷമം സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. പറഞ്ഞേക്കണോ നിർത്തണോ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം. അപ്പൊ അവസാനം ഒരു തീരുമാനം എടുത്തു, നബിന്റെ അടുത്ത് കൊണ്ടാക്കുക സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. എന്നാൽ വേണ്ടവർക്ക് പോയി കാണാം, കൊണ്ടുവരേണ്ടവർക്ക് അവിടുന്ന് കൊണ്ടുവരാം, നബി തങ്ങൾക്ക് ഖിദ്മത്തിற்கு ഒരാളോയിക്കോരും. അങ്ങനെ തീരുമാനിച്ചിട്ട് എളാപ്പ അബൂ ത്വൽഹ അനസ് റളിയല്ലാഹുവിന്റെ കൈ പിടിച്ചിട്ട് നബി തങ്ങളെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പൊന്നാര നബിയെ, ഈ അനസ് മോൻ ഇവിടെ നിന്നോട്ടെ റളിയല്ലാഹു അൻഹു, ഓന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞു. അതിലിങ്ങനെ തലയിൽ കൈ വെച്ചിട്ട് ദ്വാരുന്നു, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ ഔലാദിഹി. അല്ലാഹുവേ, അനസിന് മുതലിലും സമ്പത്തിലും മക്കളിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ എന്ന് ദ്വാരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്നും മരിച്ചിടത്തൊന്നും ഓതണമെങ്കിൽ ദർസിലോടത്തൊന്ന് വാടക ആളെ കൊണ്ടുവരേണ്ടി വരും. അനസ് റളിയല്ലാഹു അൻഹുവിന് ഹാഫിളീങ്ങളായ 100 ചില്ലാനം മക്കളുണ്ടായി. അതാണ് ബറക്കത്ത് കാരണം. ദീർഘകാലം ജീവിക്കുകയും ചെയ്തു, ഒരുപാട് കാലം ജീവിച്ചു, കുറേ മക്കളുണ്ടായി, 100 ചില്ലാനം മക്കള്. എല്ലാവരും ഹാഫിളീങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഒറ്റ ദുആയുള്ളൂ മക്കളിൽ ബറക്കത്ത് ചെയ്യണേ. മദീനയിൽ എല്ലാവരുടെയും തോട്ടം കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കായ്ക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടം കൊല്ലത്തിൽ 2 പ്രാവശ്യം കായ്ക്കാറുണ്ടായിരുന്നു. 100 ചില്ലാനം വയസ്സ്, 110 വയസ്സ് എന്ന അഭിപ്രായമുണ്ട്, 120, 130. പഴയ കാലത്ത് ഉസ്താദന്മാരൊക്കെ വയസ്സ് പറയുമ്പോൾ 150 വയസ്സ് എന്ന് പറയാറുണ്ടായിരുന്നു. 150ാമത്തെ വയസ്സിലും അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ ഒറ്റ മുടി നരച്ചിട്ടില്ല. 10 വയസ്സിന് മുമ്പ് ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തലയിൽ ഒന്നിങ്ങനെ കൈവച്ചതായിരുന്നു. കാരണം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബറക്കത്തിന്റെ അസ്ല് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആൾക്കാർ ചോദിക്കും, എന്തിനാ കുടിയിരിക്കലിന് മങ്കൂസ് മൗലൂദ് തോന്നുന്നത്, യാസീൻ ഓതിയാ പോരേ? യാസീൻ ഓതണം, അത് വേറെ ഓതണ്ട തന്നെയാണ്. മുഹമ്മദ് നബിയെ മുമ്പിൽ വെച്ചാലേ ബറക്കത്തുണ്ടാവുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്നെ പറഞ്ഞിട്ടാ തോന്നും ഖുർആൻ ഞമ്മക്ക് അല്ലാഹു തആല നൂലുമണ്ട് ഇറക്കിയതാണ് എന്ന്. അത് മുഹമ്മദ് നബി കൊടുത്തതാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ ഉണ്ട്? വെള്ളിയാഴ്ച ഓതുന്ന അൽകൗഫിലുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജാ. അൽഹംദുലില്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധനാകുന്നു. അല്ലദീ, എങ്ങനത്തെ അല്ലാഹുവാണ്, അൻസല അലാ അബ്ദിഹി, അവന്റെ ഒരടിമക്ക് അവൻ ഇറക്കി. അബ്ദ് എന്ന് പറഞ്ഞാൽ ഒരടിമയാണ്. എല്ലാവർക്കും കൂടി ഇറക്കിയതാണെങ്കിൽ അലാ ഇബാദിഹി എന്നാണ് പറയാ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ ഖുൽ ഇൻ കുൻതും അലാ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. ഖുർആൻ മുഹമ്മദ് നബി കൊടുത്തിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്നതാണ്. നിസ്കാരം അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തിട്ട് മുഹമ്മദ് നബി നമുക്ക് എന്നതാണ് സല്ലല്ലാഹു അലൈഹി. ഞമ്മക്ക് അള്ളാഹു തആല തന്നത് മുഹമ്മദ് നബിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്തിനാ കുടിയിരിക്കലിന് മങ്കൂസ് മൗലൂദൊക്കെ ഒരു യാസീൻ ഓതിയാ പോരേന്ന്. യാസീൻ വേറെ ഓതണം, യാസീൻ മാത്രമല്ല അൽബക്രി ഓതണം, മങ്കൂസ് മൗലൂദ് വേറെ തന്നെ ഓതണം. അതന്നെ സംഗതി, അതന്നെ. അന്ത മുൻജീന ഗദൻ ചൊല്ലി, അന്ത മുൻജീന ഗദൻ മിൻ ശഫാഅതിക الصفا മല്ലനാ മിസ്ലുക യാ
سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ارتكبت على الخطأ غير حصر وعدد لك أشكو فيه يا سيدي خير النبي لا إله إلا الله لا إله إلا الله محمد رسول الله إننا نرجو إلى للعطش يوم نشر كتابيا سيدي خير النبي لا إله إلا الله إلا الله لا إله إلا الله محمد رسول الله الشفاعة هب لنا في القيامة مشفقا وأهلنا إن الله يا سيدي خير النبي لا إله إلا الله محمد رسول الله الصلاة على النبي كل وقت دائما لها نجم في السماء سيدي خير النبي لا إله لا إله إلا الله لا إله إلا الله محمد رسول الله. അപ്പോൾ വീട്ടിൽ ബറക്കത്തുണ്ടാവണം. വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം സൂറത്തുൽ വാഖിയ പതിവാക്കണം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വീടിന് ബന്ധമുണ്ടായിരിക്കണം. നബി തങ്ങളുടെ മദ്ഹ് പറയണം, പാടണം, ഇടയ്ക്കൊക്കെ ഓരോ മൗലിദൊക്കെ നടത്തണം. അങ്ങനെ വീട്ടിൽ ബറക്കത്തില്ലെങ്കിൽ തുടരെയുള്ള മരണങ്ങളും എത്ര പൈസ കിട്ടിയാലും തികയാത്ത അവസ്ഥയും അതാണ് ഉണ്ടാകുക. സഹാബത്തിൽ ഏറ്റവും ബറക്കത്തുണ്ടായ ഒരാള് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. 130-ാമത്തെ വയസ്സിലും അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ ഒരു ചുളി വീണിട്ടില്ല. കവിളിലൊരു ചുളിയില്ല. എന്താ കാരണം? 10 വയസ്സിന് മുമ്പ് ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കവിളിൽ ഒന്ന് ഉമ്മ വെച്ചതായിരുന്നു കാരണം. സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. തന്നെ സംഗതി മുഹമ്മദ് നബിയെ മുമ്പിൽ വെച്ചാൽ ബറക്കത്തുണ്ടാവും. സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയത്തിന്റെയും മുമ്പിൽ നബി തങ്ങളൊക്കെ കല്യാണം കഴിക്കുന്നത് വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ വർധനവിനായിരിക്കണം. മക്കളിൽ ബറക്കത്തുണ്ടാവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ 4 എണ്ണമാണ്. മക്കളിൽ ബറക്കത്തുണ്ടാവാൻ ഒന്നാമത് എന്തിനാണ് കുട്ടി എന്ന ഉദ്ദേശം ക്ലിയർ ആവണം. എന്തിനാ കുട്ടി? നമ്മളോട് ഒരാള് ചോദിച്ചു, എന്തിനാ പനക്ക് കുട്ടി എന്ന് ചോദിച്ചു. നമ്മളെന്താ പറയാ? വയസ്സാകുമ്പോൾ നോക്കാനെന്നാ പറയാ. സാധാരണഗതിയിൽ അങ്ങനെയല്ല പറയാൻ. വയസ്സാകുമ്പോൾ നോക്കാൻ കുട്ടിയൊന്നും വേണ്ട. കീശയിൽ കായുണ്ടെങ്കിൽ ഒരു നേഴ്സിനെ വെച്ചാൽ അവനെ മക്കൾ നോക്കണേനേക്കാൾ ഉഷാറായിട്ട് നോക്കും. മക്കൾ നോക്കിയാൽ കണ്ണ് തെറ്റിയാൽ മറവുക്ക് പോയിട്ട് മോളെ കെട്ടിച്ചോടത്തേക്ക് വിളിക്കും. ബാപ്പുട്ടിക്ക് ഒഴിവുണ്ടോ വാപ്പാൻ്റെ അടുത്തൊന്ന് വന്ന് നിൽക്കാൻ? എത്രയേച്ചിട്ട് അപ്പം മനുഷ്യൻ നിൽക്കുന്നത്? അത്യാവശ്യം വൈക്ക് പോകാണ്ടായിരുന്നു എന്ന് പറയും. ശമ്പളത്തിന് ഒരാളെ വെച്ചാൽ അങ്ങനെ എന്തായാലും പറയില്ല. വയസ്സാകുമ്പോൾ നോക്കാനൊന്നും കുട്ടിനെ വേണ്ട. അല്ലെങ്കിലും ചെറുപ്പത്തിൽ നോക്കിയാൽ അള്ളാഹു തആലാക്ക് നമ്മളെ വയസ്സാകുമ്പോൾ നോക്കാൻ ഒരു പണിയില്ല. അത് ഒന്ന് നോക്കിക്കോളും. എന്തിനാ കുട്ടി? കുറെ സ്വത്തും മുതലൊക്കെ അല്ലേ, അതിനൊരു അനന്തരാവകാശമാണല്ലോ എന്നാണ് പിന്നെ തോന്നുക. അതും വേണ്ട. കുറെ സ്വത്തും മുതലൊക്കെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും. അനന്തരാവകാശം ഒന്നും ഉണ്ടായില്ല. നമ്മൾ മരിച്ചപ്പോൾ അതൊക്കെ കൂടി ഗവൺമെന്റിക്ക് വില്ലേജ് ഓഫീസർ വന്നിട്ട് ഗവൺമെന്റിക്ക് കണ്ടു കെട്ടിയാല് ഖബർ കിടക്കുമ്പോൾ മുൻഗണനക്കീർ വന്നിട്ട് ഇജ്ജ് കുറെ പൈസ ഉണ്ടാക്കിയാണ്ട് ഗവൺമെന്റ് കൊടുത്തു പോന്നിക്കാന്ന് ചോദിച്ചാൽ അടി കിട്ടുമോ? ഇല്ല. ചിലപ്പോൾ അതോടെ മക്കൾക്ക് ഒഴിവാക്കിയിട്ട് കൊടുത്തിട്ട് ഓല് കുരുത്തക്കടി കട്ടിയാലേ ചിലപ്പോൾ അടി കിട്ടുക. അനന്തരാവകാശമാണെന്നൊന്നുമില്ല. അമ്പിയാക്കൾക്കൊന്നും അനന്തരാവകാശികളില്ലല്ലോ. നഹ്നു മഅശറൽ അംബിയാ ഇലാ നൂറസു ഹബീബുനാ റസൂലുള്ളാഹി. ഞങ്ങൾ അമ്പിയാക്കളുടെ സമൂഹം സ്വത്തിൽ അനന്തരമില്ലാത്തവരാണെന്ന് അഷ്റഫുൽ വറ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അനന്തരാവകാശമാണെങ്കിൽ അമ്പിയാക്കൾക്കല്ല ആദ്യം വേണ്ടേ. അതൊന്നും വേണ്ട. ഉണ്ടെങ്കിൽ പോലും എടുത്തോട്ടെ, നല്ലത് തന്നെയാണ്. വേണ്ടാന്നല്ല ഈ പറഞ്ഞത്. ഉണ്ടെങ്കിൽ എടുത്തോട്ടെ, ഉണ്ടാക്കും വേണം കേട്ടോ, ഒക്കെ വേണ്ട തന്നെയാണ്. പക്ഷെ ഉദ്ദേശം അതൊന്നല്ല. പിന്നെന്തിനാ കുട്ടി? കുട്ടികളെ കൊണ്ടൊരു ആവശ്യമുണ്ട്. എന്താ നിങ്ങൾ
നാളെ അങ്ങനെ മഹ്ശറയിൽ ചെന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഹിസാബൊക്കെ ഒന്ന് കഴിഞ്ഞാലേ 120 വരികളിലായി മനുഷ്യന്മാർ സ്വർഗത്തേക്ക് ഇങ്ങനെ നിൽക്കും. അതിൽ 90 വരി മുഹമ്മദ് നബിയുടെ ഉമ്മത്തായിരിക്കും. അതിലൊരു 4 ഞമ്മൾതില്ലെങ്കിൽ എന്തിനാ പറ്റുക? അതിനെ കുട്ടി മുഹമ്മദ് നബിയെ മുന്നിൽ വെച്ചാലല്ലാതെ മക്കളിൽ ബറക്കത്തുണ്ടാവില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതന്നെ സംഗതി. കുട്ടി എന്തിനാന്നുള്ള എൻ്റെ ഉത്തരം ക്ലിയർ ആയിരിക്കണം. അതിനെന്നെയാണ് കല്യാണവും, അതിനെന്നെയാണ് പെണ്ണുങ്ങളെ തീറ്റിപ്പോറ്റുന്നതും, അതിനെന്നെയാണ് മക്കൾ ഉണ്ടാവുന്നതും. 120 വരികളിലായി സ്വർഗത്തിലേക്ക് വരി നിൽക്കുമ്പോ 90 വരി എൻ്റെ ഉമ്മത്തായിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗത്തിലേക്ക് വരി നിൽക്കുന്ന കൂട്ടത്തിൽ നമ്മളെ വക സംഭാവനയായി ഒരു 4 ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ന് നിയ്യത്ത് ചെയ്യണം. ഒരു സംഘാടകന് ആവശ്യമുണ്ടായിരുന്നല്ലോ. വേണ്ട, ഈ മുന്നിൽ ഒഴിഞ്ഞ കസാല എടുത്ത് മാറ്റി സൈഡിലേക്ക് എടുത്ത് തട്ടിയിട്ട് വെച്ചാൽ അല്ല, അതാണ് എടുത്ത് മാറ്റിയാൽ മതി. അതാണല്ലേ. ഈ ഒരു വരിയാണ് എടുത്ത് ഒഴിവാക്കിയിട്ട് ബാക്കി ഫില്ല് ചെയ്യും. സൈഡിക്കാണ് ഇട്ടിട്ടാൽ മതി. ബാക്കി ഇനി ആളുടെ ഒന്നും കാര്യമായിരിക്കും. മുന്നേ തന്നെ ഇങ്ങനെ ഒഴിഞ്ഞടക്കുമ്പോഴേ ഒഴിഞ്ഞതൊക്കെ ശൈത്താൻ ഉപയോഗപ്പെടുത്തുന്നതാണ്. അപ്പോൾ വേണ്ടെന്ന് എഴുതിയിട്ട് മുന്നത്തെ ഒരു വരി എടുത്ത് ഒഴിവായിക്കളെ. നിങ്ങളിവിടെ ഉണ്ടല്ലേ? ആയിക്കോട്ടെ. ബക്കറ്റ് വിരിവ് നടത്തുക. ബക്കറ്റ് കൊടുന്നോളി. ബക്കറ്റ് വിരിവുണ്ട്. എല്ലാവരും കാര്യമായിട്ട് സംഭാവനകൾ കൊടുക്കണം. ഇവിടെ കുറേ ചിലവുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ബാക്കിയും കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കാര്യമായിട്ട് ബക്കറ്റിലേക്ക് സംഭാവന കൊടുക്കണം. ബക്കറ്റ് വിരി നടത്തും. ബക്കറ്റായിട്ട് വരിക. സ്റ്റേജിലുള്ളവരത്തൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ചോളി. ഞാനല്ലാത്തവരൊക്കെ മേടിച്ചോളി. പിന്നെ സാസൊന്ന് മേടിച്ചോളി. അവിടെ കണ്ട ആൾക്കാർ ആ പള്ളിയുടെ അവിടെ ഉള്ള അവരൊന്നൊക്കെ പോയി മേടിക്കണം. പെണ്ണുങ്ങളുടെ അടുത്തുനിന്നൊക്കെ എല്ലാവരുടെ അടുത്തുനിന്ന് മേടിക്കണം. ഇന്നലെ ഒരു കവർ കൊടുത്തിരുന്നു. അതിപ്പോൾ കൊടുക്കാനാ? ബക്കറ്റ് കൊടുക്കാനാ? അതിൻ്റെ കൂടെ ആ സ്ഥിരം കൊടുക്കുന്നത് വേറെ കൊടുക്കണ്ടേ? അതെ, ഇന്നലെ തന്ന ബക്കറ്റ് അതിൽ ഇടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ആ സ്ഥിരം കൊടുക്കുന്നത് വേറെ കൊടുക്കണം. കവറും കൂടി അതിൽ ഇട്ടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് മാത്രം. അങ്ങനെ ഇൻഷാ അല്ലാഹ്. വേണ്ട, എന്നാ പിടിക്കും. ബിസ്മില്ലാഹ്. ബിസ്മില്ലാഹ്. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏതൊരു വിഷയത്തിന്റെ മുന്നിൽ വെച്ചാലും അതാണ് ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും വലിയ ഇസ്ലാം ദീൻ പ്രബോധനം ചെയ്യാൻ ആകെ ആവശ്യമായി വന്നത് 23 വർഷമാണ്. ഏതൊരു മനുഷ്യനെ എന്തൊരു ഡ്യൂട്ടി ഏൽപ്പിച്ചാലും സമയം കഴിയുന്നതിന് മുമ്പ് ഡ്യൂട്ടി കഴിയില്ല. സമയം കിട്ടിയില്ല അറിയില്ല. സമയം കഴിയുന്നതിന് മുമ്പ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വിശ്രമിച്ച് രാത്രി പുറത്തിറങ്ങിയിട്ട് നക്ഷത്രത്തെ നോക്കിയിട്ട് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ എന്നിങ്ങനെ നബി തങ്ങൾ പറയുമായിരുന്നു എന്നാണ്. അപ്പോ സമയം കഴിയുന്നതിന് മുമ്പ് ഡ്യൂട്ടി കഴിഞ്ഞ് വിശ്രമിച്ച ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് നബി തങ്ങളെ മുമ്പിൽ വെക്കണം. അപ്പൊ വിവാഹത്തിന്റെ നിയ്യത്ത് നബി തങ്ങളായിരിക്കണം. അപ്പൊ എന്തിനാ നമുക്കൊരു ആൺകുട്ടി? നാളെ ഒരു സ്ഥലത്തൊരു പരിപാടിക്ക് വന്നപ്പോ ഉസ്താദ് ഒരു ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി ഇത് വരക്കൊണ്ട് പറഞ്ഞു. എന്തിനാ ഒരു ആൺകുട്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കറക്റ്റ് ആയിരിക്കണം. എന്തിനാ? മുതലിനെ അനന്തരെടുക്കാനല്ല, അതിന്റെ ആവശ്യമില്ല. വയസ്സാവുമ്പോൾ നോക്കാനല്ല, അതിന്റെ ആവശ്യമില്ല. പിന്നെന്തിനാ ആൺകുട്ടി? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ വർധനവിന് വേണ്ടി എനിക്കൊരാൺകുട്ടി. അതാണ് ആൺകുട്ടി. നിയ്യത്ത് കറക്റ്റാണോ? നൽകുന്നവന്റെയും വാങ്ങുന്നവന്റെയും ലക്ഷ്യം ഒന്നാണെങ്കിൽ തന്നിരിക്കും. ഉറപ്പല്ല തരുന്നുള്ളേ. ഒരാൾ പള്ളിപ്പണി എവിടെയുണ്ടെങ്കിൽ കൊടുക്കായിരുന്നു എന്ന് എഴുതിങ്ങാണ്ട് ഒരു 10,000 റുപ്യ ഇങ്ങനെ കൈ പിടിച്ച് നടക്കുകയാണ്. അയാളോട് വിശ്വസ്തനായ ഒരാൾ ചെന്നിട്ട് പള്ളിപ്പണിക്ക് എന്തെങ്കിലും തരുമെന്ന് ചോദിച്ചാൽ അപ്പെടുത്തു കൊടുക്കൂലേ? നൽകുന്നവന്റെ ഉദ്ദേശവും വാങ്ങുന്നവന്റെ ഉദ്ദേശവും ഒന്നായാൽ ഉടനെ ലഭിച്ചിരിക്കും. അതുകൊണ്ട് ഒന്ന് നിയ്യത്ത് കറക്റ്റ് ചെയ്യണം. രണ്ടാമത്തെ ഒരു കാര്യം, മക്കളിൽ ബറക്കത്തുണ്ടാവാൻ രണ്ടാമത്തെ കാര്യം നല്ല ഒരു പേരിടണം എന്നതാണ്. പേര് ബറക്കത്തിന്റെ അടയാളാണ്. പേര് ബറക്കത്തിന്റെ വലിയ അടയാളാണ്. വലിയൊരു ഹോട്ടൽ ഉണ്ടാക്കിയിട്ട് നാളെ ഒരാൾ തട്ടുകട എന്ന് പേരിട്ടുണ്ട്. കൂരുത്തകട എന്നല്ല, എന്താ പറയാ?
അവനെ കൊണ്ട് കഴിയുമ്പോൾ ഒരു തട്ടുകട ഉണ്ടാക്കിയാണ്ട് വലിയ പേരിട്ടിക്കണമെങ്കിൽ തിരക്കുണ്ടായിരുന്നില്ല. പേരൊരിക്കലും ചെറുതാക്കിയിടാൻ പറ്റൂല. അതന്നെ. നാളിപ്പോൾ ഒരാൾ എന്നോട് ഒരു ആൺകുട്ടി ഉണ്ടാകാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തൊരു പണി എന്താ വെച്ചാൽ, എനിക്കൊരു ആൺകുട്ടി ഉണ്ടായാൽ മുഹമ്മദ് എന്ന് പേരിടും എന്ന് നീർച്ചയാക്കാൻ പറഞ്ഞു. അതിന്റെ കൂടെ വിളിക്കാൻ വേറെ എന്തെങ്കിലും കൂട്ടിയിടുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഒറിജിനൽ മുഹമ്മദ് എന്നായാൽ മതി എന്നിടാൻ പറഞ്ഞു. നല്ല കാര്യമാണത്. നൽകുന്നവന്റെ ഉദ്ദേശവും വാങ്ങുന്നവന്റെ ഉദ്ദേശവും ഒന്നാവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തെങ്കിലും ഒരു വിഷയത്തിന് മുമ്പ് വെച്ചാൽ നടക്കും, ഉറപ്പാണ്. ലോകത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് നബി തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് മാത്രമേ നടന്നിട്ടുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മക്കളിൽ ബർക്കത്തുണ്ടാവാൻ ഒന്നാമത്തത് ലക്ഷ്യം കറക്റ്റ് ആയിരിക്കണം. രണ്ടാമത്തേത് നല്ല പേരിടണം. പേരിനനുസരിച്ചാണ് ബർക്കത്ത് ഉണ്ടാവുക. ഇപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരെ ഇക്കോട്ടെ ഇന്റെ കുട്ടിക്ക് എഴുതിങ്ങാണ്ട് ഒരാൾ അബൂബക്കർ എന്ന് പേരിട്ടു എന്ന് വിചാരിക്കുക. ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലും ആവും. നിങ്ങൾ എന്തിനാ ചിരിച്ചതെന്ന് എനിക്കറിയാം, നിങ്ങൾ എന്തിനാ ചിരിച്ചതെന്നൊക്കെ എനിക്കറിയാം. ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി ആവും. ജനറൽ സെക്രട്ടറി ആയില്ല എന്ന് വിചാരിക്കുക, പ്രസിഡന്റും ആയില്ല, ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ്. ഓർമ്മത്താലും പേര് വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. മുമ്പൊക്കെ നമ്മളിങ്ങനെ ഒരു നാട് പരിശോധിച്ചാൽ ഒരു 10 പേരാണ്ട് തിരഞ്ഞാൽ ഒരാളെ പേര് മുഹിയുദ്ദീൻ ഉണ്ടാവും, അല്ലെങ്കിൽ മൊയ്തുണ്ടാവും, കുഞ്ഞീദീൻ ഉണ്ടാവും, മീദീൻ കുട്ടി ഉണ്ടാവും. ഒക്കെ അസലൊന്നാണ്. അത് നമ്മളെ പഴയ ആൾക്കാർ കുറച്ച് മലയാളം കൂട്ടിയിട്ടിട്ടപ്പോൾ അങ്ങനെ ആയതാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. സംഗതി അസല് മുഹിയുദ്ദീനാണ്. ഒരു 10 പേരാ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേര്. പേരുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിനിപ്പോ കുട്ടികൾക്ക് പേരിനോടത്ത് മാത്രമല്ല, സൂപ്പർ മാർക്കറ്റിന് പേരിടുമ്പോഴും പ്രധാനം തന്നെയാണ് പേര്. ഹോട്ടലിന് പേരിടുമ്പോഴും പ്രധാനമാണ്. കമ്പനിക്ക് പേരിടുമ്പോഴും പ്രധാനമാണ്. ഒരു മനുഷ്യനെ കണ്ടാൽ ആദ്യം ചോദിക്കും എന്താ എൻ്റെ പേര് എന്നാണ്. പേര് പല്ലോ ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരുണ്ടായിരിക്കണം. ഉദ്ദേശം സിറാത്ത് വാലം കിടക്കുമ്പോൾ കയ്യമ്മ പിടിക്കണം എന്നാണ്. പേരതിനനുസരിച്ചില്ലെങ്കിൽ സംഗതി നടക്കൂല. ഉദ്ദേശം ഹാഫിളാക്കണം എന്നാണ്. പേരതിനനുസരിച്ചില്ലെങ്കിൽ സംഗതി നടക്കൂല. ഹാഫിളാക്കണമെങ്കിൽ അതിനനുസരിച്ച പേര്, ആലിമാക്കണമെങ്കിൽ അതിനനുസരിച്ച പേര്. പേര് വളരെ പ്രധാനമാണ്. അപ്പൊ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിൽ വിചാരിക്കണം. 2 നല്ല പേരിടണം. മൂന്നാമത്തേത് ഹലാലും തൊയ്യുമായ ഭക്ഷണം കഴിക്കാൻ കൊടുക്കണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഹൈറും ഷറും തീരുമാനിക്കുന്നതിൽ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഹലാലും തൊയ്യുമായ ഭക്ഷണം കൊടുക്കണം. ഹലാല് മാത്രം പോരാ, തൊയ്യുബായിരിക്കണം. എല്ലാ ഹലാലുകളും തൊയ്യുബല്ല, എല്ലാ തൊയ്യുബുകളും ഹലാലാണ്. അതുകൊണ്ട് ഭക്ഷണം ഹലാലായാൽ പോരാ, ഭക്ഷണം തൊയ്യുബായിരിക്കണം. എന്താ തൊയ്യുബ് പറഞ്ഞാൽ? തൊയ്യിബ് എന്ന് പറഞ്ഞാൽ നൽകുന്നവൻ സന്തോഷത്തോടുകൂടെ നൽകുന്നതിനാണ് തൊയ്യിബ് എന്ന് പറയുന്നത്. ഹലാലിന് വേറെയും വഴിയുണ്ട്. ഹലാല് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പലതുണ്ട്. ഇപ്പോ ജീവൻ നിലനിർത്താൻ വേണ്ടി പന്നിമാംസം കഴിക്കൽ ഹലാലാവും, തൊയ്യിബാവൂല. അപ്പൊ ഹലാല് വേറെയാണ്, തൊയ്യിബ് വേറെയാണ്. തൊയ്യിബ് നൽകുന്നവൻ മനസ്സറിഞ്ഞ് സന്തോഷത്തോടുകൂടെ നൽകുന്നത്. അതാണ് സഹയ്യിന്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടാകുമെന്ന് പറയാൻ കാരണം. ധർമ്മിഷ്ഠന്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടാകുമെന്നാണ്. ചില നാട്ടിൽ നമ്മൾ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ ചെന്നാൽ ആൾക്കാർ പറയും, ഇവിടെ എന്ത് പരിപാടി ഉണ്ടായാലും ഉസ്താദേ ഭക്ഷണം മൂപ്പര കൊടുക്കാൻ, നല്ലോണം പള്ളറച്ചും പിന്നെ കുറച്ചും തിന്നിട്ട് വേണമെങ്കിൽ പെരക്കും ഉണ്ടാവാം. എന്തേ? ധർമ്മിഷ്ഠന്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടായിരിക്കും. അതേസമയത്ത് പിശുക്കന്റെ ഭക്ഷണത്തിൽ രോഗമുണ്ടാവും. അത് ഹോട്ടലിൽ നിന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ, കായെടുത്ത് നിന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ചില ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ നല്ല ഭക്ഷണം നമ്മൾ പറയും. ചിലർന്ന് ഭക്ഷണം കഴിച്ചാൽ എന്തോ ഒരു കുരുത്തക്കെട്ടുള്ള മാതിരി തോന്നുന്നുണ്ട്. കായൊക്കെ ചിലവായിട്ടുണ്ടാവും. അങ്ങനെയാണ്. ഹോട്ടലിലും ഉണ്ടാവും, അത് എല്ലായിടത്തും, ബേക്കറിയിലും ഉണ്ടാവും, വെള്ള കച്ചവടം ചെയ്യുന്നിടത്തും ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. അതുകൊണ്ട് ഭക്ഷണം ഹലാലായാൽ പോരാ, ഭക്ഷണം തൊയ്യിബായിരിക്കണം. നമ്മൾ കഴിക്കുന്നതും നമ്മളൊക്കെ കൊടുക്കുന്നതും. മക്കളിൽ ബറക്കത്തുണ്ടാണെങ്കിൽ നാലാമത്തെ കാര്യം, മക്കളിൽ ബറക്കത്തുണ്ടാവാൻ നാലാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ ഇൽമു പഠിപ്പിക്കണം. ജീവിക്കാൻ ആവശ്യമായതും ഒപ്പം മുസ്ലിമാകാൻ ആവശ്യമായതും. അല്ലെങ്കിലും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ വിവരമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലെ വിദ്യാഭ്യാസം. 1 മുസ്ലിം ആവണം, 2 ജീവിക്കാൻ പറ്റണം. മുസ്ലിമായി ജീവിക്കാൻ പറ്റുന്ന അറിവുകൾ. ജീവിക്കാൻ പറ്റുന്നുണ്ട്, മുസ്ലിം ആവാൻ പറ്റുന്നില്ലെങ്കിൽ പറ്റൂല. മുസ്ലിം ആവാൻ പറ്റുന്നുണ്ട്, ജീവിക്കാൻ പറ്റുന്നില്ല, രണ്ടും പ്രശ്നമാണ്. മുസ്ലിം ആവാനും പറ്റണം, ജീവിക്കാനും പറ്റണം. അതാണ് സംഗതി. അപ്പൊ മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ ദീനിയും ദുന്യവിയുമായ ഇൽമു പഠിപ്പിക്കണം എന്നതാണ്. അപ്പൊ മക്കളിലെ ബറക്കത്തായി ഞാൻ പറഞ്ഞു. കുടുംബജീവിതത്തിൽ ഇതേമാതിരി തന്നെയാണ്. കുടുംബജീവിതം ബറക്കത്തുള്ള കുടുംബജീവിതം ഉണ്ടാവും, ബറക്കത്തില്ലാത്തതുണ്ട്. ബറക്കത്തുള്ള കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം മുഹ്യിദ്ദീൻ ഷെയ്ഖാണ് റളിയല്ലാഹു അൻഹു. ബറക്കത്തുള്ള കുടുംബജീവിതത്തിന്റെ വലിയ ഉദാഹരണമാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പാനെ പറ്റിയൊരു ചരിത്രമുണ്ട്, അബൂ സ്വാലിഹ്. അത് അബൂ ഹനീഫ ഇമാമിന്റെ വാപ്പയാണെന്നൊരു അഭിപ്രായമുണ്ട്. പഴയകാലത്ത് ഉസ്താദ്മാരൊക്കെ വയലറിയുമ്പോൾ പറയലുണ്ട്. അറബി കിതാബുകളിലൊന്നുമില്ല, പേർഷ്യൻ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ആ താരീഖ് എന്ന് മുൻഗാമികൾ പറയാറുണ്ട്.
മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ വാപ്പാന്റെ അബൂ സാലിഹിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു മനുഷ്യൻ പുഴയിലേക്ക് കുളിക്കാൻ വേണ്ടി പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. പുഴയിലൂടെ ഒരു അത്തിപ്പഴം ഒഴുകി വരുന്നത് കണ്ടു. കഥകൾ കേട്ടതായിരിക്കും. ആ അത്തിപ്പഴം എടുത്ത് കഴിച്ചു. കഴിച്ചതിന്റെ ശേഷം ആലോചിച്ച്, പടച്ചോനെ ആരതായിരിക്കും അത്തിപ്പഴം, അയാൾക്ക് ഇഷ്ടമുണ്ടോന്നാവോ? മസാല അനുസരിച്ച് പുഴയിലൂടെ ഒരു അത്തിപ്പഴം ഒഴുകി വന്നാൽ അതെടുത്ത് കഴിക്കാം എന്ന് തന്നെയാണ്. ഒരു കടലമണി കിടക്കുന്ന കണ്ടാൽ അതിന്റെ മുതലാളിനെ അന്വേഷിച്ച് പോകുന്നു വേണ്ട, എടുത്ത് തിന്നാം എന്ന് തന്നെയാണ് മസാല. ഉടമസ്ഥൻ സാധാരണഗതിയിൽ അതിനെ തൊട്ട് പിന്തിരിഞ്ഞു കളയാറുള്ള വസ്തുവാണെങ്കിൽ അത് കിട്ടിയവന് ഉടമപ്പെടുത്താവുന്നതാണ്. ഉടമസ്ഥൻ പിന്തിരിഞ്ഞ് കളയാത്തതാണെങ്കിൽ അന്വേഷിക്കാൻ സാധ്യതയുള്ള അത്രയും സമയം പരസ്യം ചെയ്യേണ്ടതാണ്. സ്വർണ്ണക്കാവുമ്പോൾ അതിനനുസരിച്ച് വേണ്ടി വരും, 10 രൂപ ആവുമ്പോൾ അതിനനുസരിച്ച് മതിയാവും. അങ്ങനെയാണ്. അപ്പോൾ ഒരു പുഴയെ കൂടെ അത്തിപ്പഴം ഒഴുകി വന്നാൽ എടുത്ത് തിന്നാൻ തന്നെയാണ് മസാല. എന്നാലും ആരുടെ ഇക്കാരം റബ്ബേ. അങ്ങനെ പുഴക്കരയിലൂടെ അത്തി മുതലാളിയെ തെരഞ്ഞുപോയി. കുറെ ദൂരം ചെന്നപ്പോ അബ്ദുല്ലാഹി സൗമായി എന്ന പേരായ സയ്യിദായ ഒരു മനുഷ്യന്റെ തോട്ടത്തിൽ നിന്ന് അത്തിമരം പുഴയിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നു. കഴിച്ചതുപോലെയുള്ള അത്തിപ്പഴം ആ മരത്തിൽ നിൽക്കുന്നുണ്ട്. ഈ മുതലാളിയുടെ അത്തിപ്പഴം തന്നെയായിരിക്കും ഞാൻ കഴിച്ചതെന്ന് മനസ്സിലാക്കി അത്തി മുതലാളിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ അത്തിമരത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ ഒരത്തിപ്പഴം ഞാൻ കഴിച്ചു പോയി, നിങ്ങൾ അതെനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ? അബ്ദുല്ലാഹി സൗമായി എന്ന സയ്യിദായ തോട്ടമുടമ പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെട്ടു തരൂലാന്ന്. എന്നാ പൊരുത്തപ്പെട്ട് കിട്ടാൻ ഞാൻ എന്താ വേണ്ടത്? എന്റെ തോട്ടത്തിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കാലാവധി പൂർത്തിയായി, ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു. പൊരുത്തപ്പെടൂലെന്ന് പറഞ്ഞു. ഇഞ്ഞെന്താ വേണ്ടതെന്ന് ചോദിച്ചു. കയ്യും കാലുമില്ലാത്തൊരു മകൾ എനിക്കുണ്ട്, അവളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പെണ്ണെട്ടി. ഫാത്തിമ എന്നായിരുന്നു പേര്. അതിലുണ്ടായ കുട്ടിയാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കാം, നമ്മളൊരു പുഴയിൽ ഇങ്ങനെ കുളിക്കുകയാണെന്ന് കരുതിക്കോളി. അപ്പൊ ഒരു അത്തിപ്പഴത്തിന് പകരം ആനമുടുക ഇങ്ങനെ ഒഴുകി വന്നു എന്ന് വിചാരിച്ചോളി. എന്നിട്ട് നമ്മളതെടുത്ത് തിന്നു. രസം വലുതായിക്കോട്ടെ വെച്ചിട്ടാണ് പറഞ്ഞത്. ആനമുടുക അതെടുത്ത് കണ്ട് തിന്നു. തിന്നതിന്റെ ശേഷം ആരുടെക്കാരെ പ്രഭ്യത എന്ന് ആലോചിച്ചു എന്ന് വിചാരിച്ചോളി. അങ്ങനെ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ ആന മുതലാളിനെ തെരഞ്ഞു പോയിട്ട് അയാളോട് പറഞ്ഞു, നമ്മളോട് പൊരുത്തപ്പെട്ടിരുന്നെങ്കിൽ 2 കൊല്ലം ഇന്റെ ആനന്റെ ഒപ്പം നടക്കണമെന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളി. എന്തേക്കാനും മറുപടി. പിന്നെ അതിന് ഈ വലുപ്പത്തിൽ വേറൊരു സാലിമിനെ നോക്കിക്കോളി, ഞാൻ പോവുകയാണ് പറഞ്ഞു പോരൂലേ? അതന്നെ മുയ്യദ്ദീൻ ഷെയ്ഖിന്റെ മേത്ത് കുട്ടി നമുക്ക് ഉണ്ടാകത്തതിന്റെ കാരണം. തിന്നാൻ കൊടുക്കുന്നത് നേരായില്ലെങ്കിൽ സംഗതി പ്രശ്നമാവും. കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, നമ്മൾ എന്തിനാ കുടുംബജീവിതം? മക്കളുണ്ടാവാനാണ്. എന്തിനാ കുടുംബജീവിതം? മക്കളുണ്ടാവാനാണല്ലോ. അത് നേരാവണ്ടേ, എന്നാലല്ലേ ബാക്കിയൊക്കെ ക്ലിയർ ആവുള്ളൂ. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഏറ്റവും വിജയമുണ്ടായ ഒരാളാണ് ഗൗസുൽ ആദം തഴവ ഉസ്താദിന്റെ അൽ മവാഹിബുൽ ജലിയെ